Hello, hello, good evening. Hello, Yes, sir. Good voice evening. clear ആണ് voice clear ആണ്. Clear ആണ്, clear ആണ്. Okay. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഏതായിരുന്നു? ലോറൻ സീരീസ് എക്സ്പാൻഷൻ ആയിരുന്നു. ലോറൻ സീരീസ് എക്സ്പാൻഷൻ. സാധാരണ ഒരു ക്വസ്റ്റ്യൻ ലോറൻ സീരീസ് എക്സ്പാൻഷൻ ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. ഈ ഒരു സെക്ഷനിൽ 3 സെക്ഷനിൽ ലോറൻ സീരീസ് എക്സ്പാൻഷനും പിന്നെ റേഡിയസ് ഓഫ് കൺവെർജൻസിനാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കാണാറ്. ഓക്കെ, അപ്പൊ നമ്മൾ ലോറൻ സീരീസ് എക്സ്പാൻഷൻ പറഞ്ഞ എഫ് ഇസ് അനലിറ്റിക്കിനെ അൺലെസ് റീജിയൻ R1 less than mod z minus a less than R2. Lorenz series expansion വരുന്നത് f of z is equal to summation n equal to 0 to infinity an z minus z naught all raised to n plus summation n equal to 1 to infinity bn divided by z minus z naught all raised to n. ഓക്കെ, ഈ ഒരു ഫോർമുല നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. അതിൽ എന് ആണ് ഇക്വേഷൻ വരുന്നത്. എന് ആണ് ഇക്വേഷൻ 1/2πi ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു n പ്ലസ് 1. അതേപോലെ തന്നെ ബി എൻ ആണ് ഇക്വേഷൻ വരുന്നത്. ബി എൻ ഇസ് ഈക്വൽ ടു 1/2πi ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു -n പ്ലസ് 1. ഓക്കെ, ഇതാണ് എന്ത് ബി എൻ എനും കാണുന്ന ഇക്വേഷൻ. അതുപോലെ തന്നെ നമ്മളെ ലോറൻ സീരീസ് എക്സ്പാൻഷൻ കാണുന്ന ഇക്വേഷൻ. പക്ഷേ ലോറൻ സീരീസ് എക്സ്പാൻഷൻ ഈ ഒരു ഫോർമുല വരുവാന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എൻ്റർലി ഡിഫറെന്റ് വേയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതെങ്ങനെ ഒരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യണം നോക്കാം. അതിന് മുമ്പ് ഞാൻ ഇങ്ങനെ 3 ഫോർമുല പറഞ്ഞു. ആ 3 ഫോർമുല നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ആ 3 ഫോർമുല നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ റെസിഡ്യൂ ഒക്കെ കാണാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത സെക്ഷൻ വരുന്ന റെസിഡ്യൂകളൊക്കെ ഈ ഒരു ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മളിന്ന് 1/1 - z ആയിട്ട് ഫോർമുല 1/1 - z എന്നാണ് സമ്മേഷൻ n equal to 0 to infinity z raised to n. ഇതാണ് 1/1 - z ന്റെ ഇക്വേഷൻ. ഓക്കെ, അതേപോലെ തന്നെ സൈൻ സെറ്റിന്റെ ഇക്വേഷൻ വരുന്നത് സൈൻ സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് മൈനസ് സെറ്റ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെറ്റ് റൈസ് ടു 5/5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര മൈനസ് എക്സെട്ര ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും ആണ് ഇക്വേഷൻ. അതേപോലെ തന്നെ കോസ് സെറ്റ് ഇക്വേഷൻ വരുന്നത് 1 - സെറ്റ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് സെറ്റ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ സെറ്റ് റൈസ് ടു 4 എന്നുവെച്ചാൽ ഈവൺ. ഇത് സൈൻ്റെ എല്ലാ ടേമും ഓഡ് ആയിരിക്കും പവർ, കോസിന്റെ എല്ലാ ടേമിന്റെയും ഈവൺ ആയിരിക്കും പവർ. ഓക്കെ, മൈനസ് എക്സെട്ര. ഇതാണ് 1/1 - z സൈൻ സെറ്റ് കോസ് സെറ്റ്. ഇനിയിപ്പോ ഒരു ഇക്വേഷൻ ഇ റൈസ് സെറ്റ് ഇക്വേഷൻ വരുന്നത് 1 + സെറ്റ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് സെറ്റ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് എന്ത് ഇ റൈസ് സെറ്റ് ഇക്വേഷൻ. ഈ ഒരു നമ്മളിപ്പം ലാസ്റ്റത്തെ 3 ഇക്വേഷൻ ഉണ്ടല്ലോ, സൈൻ സെറ്റ് കോസ് സെറ്റ് ഇ റൈസ് സെറ്റ്, അത് നമ്മൾ കുറെ സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. 1/1 - z ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ലോറൻ സീരീസിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രമാണ്.
മാത്രമല്ല നമ്മൾ സാധാരണ കുറെ സ്ഥലങ്ങൾ യൂസ് ചെയ്യുന്നത് 1/1 - സെറ്റ് ഇങ്ങനെയല്ലേ 1 മൈനസ് (-1) ഇങ്ങനെയും സാധാരണ യൂസ് ചെയ്യും, ഇങ്ങനെയും സാധാരണ ഡിനോട്ട് ചെയ്യും. ഇതിന്റെ ഇക്വേഷൻ ആണ് 1 + z² തന്നെ സം എക്സെട്ര. ഇനി 1 + z⁻1 ആണെങ്കിൽ ഒന്നുമില്ല, ആൾട്ടർനേറ്റ് പ്ലസും മൈനസ് ഇട്ടുള്ള. ഓക്കെ, ഇതിൽ നിന്ന് എഴുതിയതാണ് ഐ ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് പ്രോബ്ലം എങ്ങനെയാ ചെയ്യാൻ നോക്കാം, ലോറൻസ് സീരീസിന്റെ പ്രോബ്ലം. ഓക്കെ, ലോറൻസ് സീരീസ് ഒരു സിമ്പിൾ അത് നമുക്ക് സിമ്പിൾ പ്രോബ്ലം നോക്കാം. എക്സ്പാൻഡ് f(z) is equal to f(z) is equal to z/z² + 1. z/z² + 1 in a Lorentz series. ഞാൻ LS ഉപയോഗിക്കുക. ലോറൻസ് സീരീസ് valid for the annular domain annular domain വരുന്ന 0 < mod z - i < 2 ഇതാണ് ഈ annular domain. ഓക്കെ, ഇത് 2014 ക്വസ്റ്റ്യൻ ആണ്. 2014 ഇത് നമ്മൾ f(z) is equal to z/z² + 1 ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തരും. അതിന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ നമുക്ക് കാണണം. അത് വാലിഡ് ആയിട്ടുള്ള ഡൊമൈൻ വരുന്ന 0 < mod z - i < 2. അപ്പം കോംപ്ലക്സ് ഈ ഒരു സെക്ഷനിൽ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിന്റെ ഫിഗർ വരയ്ക്കും. ഓക്കെ, അതിന്റെ ഫിഗർ എങ്ങനെ വരയ്ക്കുക? ഈ ഒരു അനുലാർ റീജിയന്റെ ഫിഗർ വരയ്ക്കാം. ഇതൊരു ഫിഗറാണ് വരച്ചിരിക്കുക. അനുലാർ റീജിയൻ എന്ന് പറഞ്ഞാൽ z is equal to ഇത്രയും വരും. ഈ ഒരു റീജിയൻ വരച്ചാൽ മതി, കാരണം <0 അല്ലേ. ഓക്കെ, -i 2 റേഡിയസ് സർക്കിള്. ഓക്കെ, റീജിയൻ വരച്ച് ചെയ്യണം, ഇതിന്റെ ആവശ്യമില്ല, റീജിയന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. നമ്മള് ലോറൻസ് സീരീസ് ആണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു f(z) എവിടെ f(z) എന്താണ്? z/z² + 1. ആദ്യം നമ്മൾ എന്താണ് ഈ ഒരു ഡിനോമിനേറ്റർ മാറ്റി എഴുതണം. ഈ ഒരു ഡിനോമിനേറ്റർ നമ്മൾ അതിന്റെ z - z0 ഉള്ള ഫോർമുല എഴുതണം. അപ്പൊ z - z0 ഉള്ള ഫോർമുല എഴുതുമ്പോൾ z² + 1 എന്ന് പറയുന്നത് z - i × z + i ആണ്. അപ്പൊ ഇത് എവിടെ അനാലിറ്റിക് ആണെന്ന് നോക്കണം. ഈ ഒരു റീജിയനിൽ ഏത് പോയിന്റ് മാത്രമേ ഉള്ളൂ നമ്മൾ വരക്കുന്ന റീജിയൻ. ഇപ്പൊ ഒരു റീജിയൻ വരച്ചു, i എന്നുള്ള റേഡിയസ് എടുത്ത് റീജിയൻ വരച്ചു കഴിഞ്ഞാൽ 2 റേഡിയസ് എടുത്ത് റീജിയൻ വരച്ചു കഴിഞ്ഞാൽ ആ -i എന്ന് പറയുന്ന പുറത്തുള്ള റീജിയനാണ് വരിക. ഓക്കെ, അപ്പൊ ആ റീജിയൻ അത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് നമുക്ക് എന്ത് പറയാം, f(z) is analytic at z is equal to -1. -i ഈ ഒരു -i എന്ന് പറഞ്ഞ പോയിന്റ് പുറത്തല്ലല്ലോ. അപ്പൊ f(z) -i എന്നുള്ള പോയിന്റ് f(z) അനലിറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ -i മാത്രം നോക്കിയാൽ മതി, i നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ഈ ഒരു ഫോം ഉണ്ടല്ലോ, ഇത് ഇന്റഗ്രേഷൻ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ഇന്റഗ്രേഷൻ ചെയ്യുന്നറിയില്ലേ. സാധാരണ നമ്മ എങ്ങനെ ചെയ്യാ, z/z നമുക്ക് z/z - i × z + i ഇതാണ് ഫോം. ഇത് നമ്മൾ മാറ്റി എഴുതണം, ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ മാറ്റി എഴുതണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഒരു a/z - i + b/z + i എഴുതും. അതിനുശേഷം ഈ ഇക്വേഷൻ രണ്ടും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കും. അതിന് വേണ്ടിയിട്ട് a × z + i + b × z - i എഴുതും.
ഡിവൈഡ് ബൈ സെറ്റ് മൈനസ് ഐ ഇൻറ്റു സെറ്റ് പ്ലസ് ഐ. അപ്പം ഇതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരിക ഏതാണ്? എ സെഡ് പ്ലസ് ബി സെഡ് പ്ലസ് എ ഐ പ്ലസ് മൈനസ് ബി ഐ. ഇതൊന്നുമില്ല, ഇത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. ഇല്ല ഇസിക്വൽ ടു ഈ ഒരു റൈറ്റ് സൈഡിൽ ബാക്കിയുള്ളത് മേലുള്ള സെറ്റ് മാത്രമാണ്. അപ്പം എ സെഡ് പ്ലസ് ബി സെഡ് എന്ന് വെച്ചാൽ ഇനിയിപ്പം ഈ സെറ്റിന്റെ ടേം ഉള്ള രീതിയിലാക്കിയില്ല. എ പ്ലസ് ബി ഇൻറ്റു സെഡ് പ്ലസ് എ മൈനസ് ബി ഐ ദാറ്റ്സ് ഈക്വൽ ടു സെഡ്. ഇനി സെറ്റിന്റെ ടേമും ഈ റൈറ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെറ്റിന്റെ കോഎഫിഷ്യന്റ് ആണ് തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പൊ എന്താ എ പ്ലസ് ബി സിക്കൽ എന്ത് കിട്ടും? 1 കിട്ടും. അതവിടെ കേട്ടെ. ഇനി എ മൈനസ് ബി, ഇവിടെ കോൺസ്റ്റന്റ് ടേം ഏതെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എ മൈനസ് ബി സിക്കൽ ടു 0 കിട്ടും. ഇംപ്ലൈസ് എ സിക്കൽ ടു ബി കിട്ടും. എ സിക്കൽ ടു ബി ഇവിടെ കിട്ടിയല്ലോ. അത് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2a സിക്കൽ ടു 1 എന്ന് കിട്ടും. 2a സിക്കൽ ടു 1 എന്ന് കിട്ടും. അപ്പം ഇംപ്ലൈസ് എ സിക്കൽ ടു 1/2 എന്ന് കിട്ടും. എ ബി ഈക്വൽ ആയതുകൊണ്ട് തന്നെ ബി സിക്കൽ ടു 1/2 നമുക്ക് എഴുതാം. ഇത് നിങ്ങൾ എന്താ പറയുക, ഞാൻ നോട്ട് അയച്ചു തരാം, അതിൽ കട്ട് നോക്കുക. ഇത് നിങ്ങൾ മുന്നേ പഠിക്കേണ്ടതാണ്. കാരണം +2 ലെവലാണ് ശരിക്കും പറഞ്ഞാൽ ബൈ പാർട്സ് ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഈ രീതിയിലാണ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ എന്ത് കിട്ടി? എ 1/2 കിട്ടി, ബിയും 1/2 കിട്ടി. അതിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 1/2, ഇവിടെ 1/2. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. 1/2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ 1/2 ഇൻറ്റു ഓക്കെ 1/2 ഇൻറ്റു 1/z മൈനസ് ഐ പ്ലസ് 1/z പ്ലസ് ഐ നേടാം. കാരണം 1/2 പുറത്തെടുത്ത് ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ അതായത് ഒരു സെറ്റ് മൈനസ് എ ഇൻറ്റു സെറ്റ് മൈനസ് ബി നമ്മൾ ഫോം വന്ന് മേടിച്ചോ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോമിൽ എഴുതാം. അല്ലെങ്കിൽ എന്ത് സമ്മ ആണെങ്കിൽ ഈ ഒരു ഫോമിൽ എഴുതി ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടല്ലോ. ഇത്രയും നിങ്ങൾ +2 ലെവലിൽ പഠിച്ച കാര്യമാണ്. ഇനി നമ്മൾ എന്ത് പറഞ്ഞു? എഫ് ഓഫ് സെറ്റ് ഈസ് അനലിറ്റിക് അറ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ മാത്രമാണ് എഫ് ഓഫ് സെറ്റ് അനലിറ്റിക്. അപ്പൊ നമ്മൾ ഏത് ടേം മാത്രം കൺസിഡർ ചെയ്താൽ മതി? 1/z+1 മാത്രം കൺസിഡർ ചെയ്താൽ മതി. 1/z+1 കാരണം 1/z മൈനസ് എ അല്ലേ. അപ്പൊ ഇവിടെ മൈനസ് ഐ കൊടുത്തു കഴിഞ്ഞാൽ 1/z+1 z+i ആണ്. ഓക്കെ, അപ്പൊ 1/z+i ടേം മാത്രം കൺസിഡർ ചെയ്യാം. 1/z+i. ഇത് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? 1/1 - z is equal to summation n equal to 0 to infinity z എന്ന് പറഞ്ഞ ഫോം ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇപ്പൊ ലോറൻസ് സീരീസ് ഏതിലാ കണ്ടുപിടിക്കേണ്ടത്? ആ ഒരു സാധനത്തിന് നമ്മൾ 1/1 - z എന്നുള്ള രീതിയിൽ മാറ്റിയതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1/z+1 നമുക്ക് എന്ത് z+i എങ്ങനെ മാറ്റിയതാണ്? 1/1 - z എന്നുള്ള ഫോമിലേക്ക് ആ ഒരു 1/z+i മാറ്റിയത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് എടുക്കും? ഒന്നുമില്ല, ഇവിടെ 1/z-i + 2i എന്ന് കിട്ടും. 1/z-i + 2i. അപ്പോഴും 1/z+i ഇങ്ങനെ വരുന്നത്. ഇനി അടുത്തത് ഇതിൽ നിന്ന് 2i പുറത്തെടുക്കും കോമൺ ആയിട്ട്. ഏതിൽ നിന്ന്? ഈ ഒരു ഇക്വേഷന് ഇതിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് 2i പുറത്തെടുക്കും. അപ്പൊ എന്ത് വരും? 1/2i ഇൻറ്റു എന്ത് 1 മൈനസ് 1 പ്ലസ് z-i/2 2i z-i/2i എന്ന് പറയും. ഒന്നുമില്ല, 2i ഈ ഒരു ടേം നമ്മൾ പുറത്തെടുക്കും. 2i ഈ ഒരു ഫുൾ ടേം നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ടേം എന്ത് വരും? z-i/2i വരും. പ്ലസ് 2i പുറത്തെടുത്താൽ 1 വരും. ഈ ഒരു ഫോമിലായി 1 പ്ലസ് z-i/2i ആയി. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നല്ലൊരു ശ്രദ്ധിക്കുക കേട്ടോ. 1/2i ഇൻറ്റു ഇനി നമുക്ക് 1 - z എന്നുള്ള ഫോമിൽ ഇത് മാറ്റി തരാം. z -
സെറ്റ് മൈനസ് ഐ ബൈ 2i ഒന്നുമില്ല, ഉള്ളിൽ മൈനസ് ഇട്ടോട്ടാണ്. ഓക്കെ, അപ്പൊ എന്ത് പറ്റി? 1/z മൈനസ് ഇത് 1/2i വേറെ വെക്കുക, 1/2i വേറെ തന്നെ വെക്കുക. എന്നിട്ട് ഇത് വേറെ ഒരു രീതിയിൽ മാറ്റിയത് 1 മൈനസ് സെറ്റ് മൈനസ് ഐ ബൈ 2i. ഇതെന്ത് ഫോമിലായി? 1/1 മൈനസ് സെറ്റ്. 1/1 മൈനസ് സെറ്റ് ഇക്വേഷൻ എന്താണ്? ആരെന്ന് പറഞ്ഞ 1/1 മൈനസ് സെറ്റ് ഇക്വേഷൻ നമ്മൾ ഉദ്ദേശിച്ചത്? ഹലോ, 1/1 മൈനസ് സെറ്റ് ഇക്വേഷൻ ഇപ്പൊ ഞാൻ മൂന്നോട് പറഞ്ഞു, അല്ല ഇന്നലെ പറഞ്ഞു, ഇന്നും പറഞ്ഞു തുടക്കത്തിൽ. ഇപ്പൊ ഏത് ഇക്വേഷൻ? സമ്മേഷൻ ഉപയോഗിച്ചുള്ള ഇക്വേഷൻ 1/1 മൈനസ് സെറ്റിന്റെ. ഹലോ ഹലോ Sigma n equal to 0 to infinity z raised to n. സെറ്റ് റേസ് ടു. അപ്പം 1/1 മൈനസ് സെറ്റിന്റെ ഇക്വേഷൻ സെറ്റ് റേസ് ടു സമ്മേഷൻ സെറ്റ് റേസ് ടു n ആണ്. അപ്പൊ സെറ്റിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് ഉള്ളത്? മൈനസ് സെറ്റ് മൈനസ് ഐ ബൈ 2i. ഓക്കെ, അപ്പം ആ ഒരു ടേമിൽ ഇത് മാറ്റിയിട്ടാ 2i ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എന്ത് സെറ്റ് റേസ് ടു, ഇതാണ് സെറ്റ് വരുന്നത് ഇവിടെ. ഓക്കെ, അപ്പം മൈനസ് സെറ്റ് മൈനസ് ഐ ബൈ 2i ഓൾ റേസ് ടു n. ഓക്കെ, ഓക്കെ, ഇനി അടുത്ത് 1/2i അതേപോലെ നോക്കുക. 1/2i സമ്മേഷൻ n equal to 0 to infinity മൈനസ് 1/n മൈനസ് 1/n മൈനസ് ഉള്ള അവിടെ മൈനസ് വൺ ആണ് ശരിക്കും പറഞ്ഞാൽ മൈനസിന്റെ അർത്ഥം. -1 ഇൻറ്റു സെറ്റ് മൈനസ് n. അപ്പൊ -1/n ഇൻറ്റു സെറ്റ് മൈനസ് ഐ ബൈ 2i ഓൾ റേസ് ടു n. അപ്പം ഇവിടെ ഒരു 2i ഉണ്ട്, ഇവിടെ ഒരു 2i റേസ് ടു n ഉണ്ട്. അപ്പൊ അതിനൊന്നും നമ്മൾ സീരീസ് ഫോമിലെ സീരീസ് എല്ലാം ഉള്ളിലേക്ക് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി -1 റേസ് ടു n സെറ്റ് മൈനസ് ഐ ഓൾ റേസ് ടു n ഡിവൈഡ് ബൈ 2i റേസ് ടു n പ്ലസ് 1. ഇതാണ് ഇത് 1/z പ്ലസ് ഐനെ മാറ്റിയത്. 1/z പ്ലസ് ഐനെ മാറ്റിയത്. ഇനി ഒന്നുമില്ല, നമുക്ക് സീരീസ് എക്സ്പാൻഷൻ ലാസ്റ്റ് ലോവർ സീരീസ് എക്സ്പാൻഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ f(z) = ആ ഒരു 1/z മൈനസ് ഐക്ക് ഒരു മാറ്റവും ഇല്ല. നമുക്ക് ആകെ മാറ്റമുള്ളത് ഇതിന് മാത്രമേ z മൈനസ് ഐന് മാത്രമേ നമ്മൾ പറഞ്ഞു അനലിറ്റിക് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടിന്റെ ലോവർ സീരീസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതെന്താണ്? ഇതിലൂടെ എഴുതി കൊടുക്കുന്നത്. സമ്മേഷൻ n equal to 0 to infinity ഇവിടെ 1/2 ഉണ്ട് പുറത്ത്. 1/2 ഇൻറ്റു അതാണ് നമ്മൾ ചെയ്തത് 1/2 ഇൻറ്റു 1/z മൈനസ് ഐ സമ്മേഷൻ n equal to 0 to infinity -1 raised to n z minus I all raised to n divided by 2i raised to n plus 1. ഇതാണ് ലോറൽ സീരീസ് എക്സ്പാൻഷൻ. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഏതെങ്കിലും എടുത്ത ഭാഗത്തായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇത് സാധാരണ നല്ല ഡൗട്ട് വരുന്ന സെക്ഷനാണ്. കാരണം ലോറൻസ് സീരീസ് ആണ്, നിങ്ങൾക്ക് മുന്നേ പരിചയമില്ലാത്ത ഫോമിലുള്ള സീരീസുകളാണ് കൂടുതലും. എല്ലാ സീരീസും കാണുമ്പോൾ ഒരു പേടി തോന്നുന്ന സീരീസ്. ഇത് ഏറ്റവും സിമ്പിൾ ഫോമാണ്. ഇനി അതിന്റെ കുറച്ച് കട്ടിയുള്ള ഫോം ചെയ്യേണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഫോം നല്ലൊരു മനസ്സിലാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹലോ, ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ഇതിന്റെ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ, നമ്മൾ ഇപ്പൊ 3 സെക്ഷനാണ് ഈ ഒരു ചാപ്റ്ററിൽ എന്ന് പറഞ്ഞു, സീരീസിലെ ചാപ്റ്ററിൽ. ഒന്ന് ടൈലർ സീരീസ്, രണ്ടാമത്തത് ഇത് നമ്മളിന്ന് പഠിച്ച ലോറൻസ് സീരീസ്, മൂന്നാമത്തത് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് എ പവർ സീരീസ്. ഓക്കെ,
പവർ സീരീസ്. ഓക്കെ, ഇത് മിക്ക പെട്ടെന്ന് എന്താ പറയാ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് പഠിക്കേണ്ടത് കാണേണ്ടത്. കാരണം ഇത് 3 ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ആ 3 ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. 3 ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു പവർ സീരീസ് എന്താണ്, അതിന്റെ കൺവേർജൻസ് എന്താണെന്ന് മാത്രം പറയാം, എന്നിട്ട് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇക്വേഷൻ പറയാം. അപ്പൊ ആദ്യം to every power series നമുക്ക് എങ്ങനെ എഴുതാം? f of z is equal to summation n equal to 0 to infinity an z minus z naught all raised to n. ഇതാണ് പവർ സീരീസിന്റെ നോർമൽ ഫോം. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിന്റെ റീജിയൻ പറയും. Zero less than or equal to r less than infinity, less than or equal to infinity. ഈ റീജിയനിലാണ് അതിന്റെ ആറ് അവിടെ കിട്ടെ ഒരു റീജിയനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഫോർ വിച്ച് ദ സീരീസ് ഒന്നാമത്തത് converges absolutely ഏത് കഴിഞ്ഞ് പറഞ്ഞുതരാം. അതെന്താണ്? absolutely in mode z minus z naught less than r if 0 less than r less than or equal to infinity. രണ്ടാമത്തത് converges uniformly in mode z minus z naught less than or equal to r less than r if അതേ റീസൺ തന്നെ 0 less than or equal to r less than infinity, less than or equal to infinity, less than ഈ 0 ഉണ്ടാവില്ല. ഓക്കെ, അടുത്തത് diverges for മൂന്നാമത്തത് diverges for mode z minus z naught greater than r. mode z minus z naught greater than r if അവിടെ 0 ഉണ്ട്, 0 less than or equal to r less than infinity. ഇതെല്ലാം ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പവർ സീരീസ് ഉണ്ടല്ലോ, ഈ ഒരു പവർ സീരീസിന് ഇങ്ങനെയുള്ള ഒരു r ഉണ്ടാവും. എവിടെ 0 മുതൽ ഇൻഫിനിറ്റി വരെ നമ്മൾ ഡിഫൈൻ ചെയ്തൊരു r. ഇതിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് പറയുന്നത്. ഈ ഒരു പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസിന്റെ ഏതും കൂടെ 0 മുതൽ ഇൻഫിനിറ്റി വരെ എക്സിസ്റ്റ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഈ ഒരു റേഡിയസ് ഓഫ് കൺവേർജൻസ് for which the series converges absolutely converges പറഞ്ഞാൽ ഇങ്ങനെ ഒരു സീരീസ് n equal to 0 to infinity a z raised to z minus z naught z minus 5 all raised to square എന്ന സീരീസ്. ഇത് converges absolutely എന്ന് പറയുമ്പോൾ ഇതിന്റെ മോഡുലസ് കൺവേർജന്റ് ആയിരിക്കും. ഏതൊരു ഇപ്പോ മോഡ് z minus 5 ഉണ്ടല്ലോ, അത് ലെസ് ദാൻ നമ്മൾ ഈ ഒരു റേഡിയസ് ഓഫ് കൺവേർജൻസ് 6 ചെറുതാണെങ്കിൽ അതിനെന്ത് പറയും? നമ്മൾ കൺവേർജസ് അബ്സല്യൂട്ട് എന്ന് പറയും. ആ റേഡിയസ് ഓഫ് കൺവേർജൻസ് നമ്മൾക്ക് ലെസ് ദാൻ ഒരു നമ്പർ എഴുതി ഒരു 5 എഴുതി ലെസ് ദാൻ അത് റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലെസ് ദാൻ 5 ലെസ് ദാൻ 6 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം? യൂണിഫോംലി കൺവേർജ് എന്ന് പറയാം. മൂന്നാമത്തത് അത് മോഡ് z minus 5 ഗ്രേറ്റർ ദാൻ 6 ആണെങ്കിൽ അത് ഡൈവേർജന്റ് ആയിരിക്കും. മോഡ് z minus 5 ഗ്രേറ്റർ ദാൻ 6 ആണെങ്കിൽ ഡൈവേർജന്റ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് അബ്സല്യൂട്ട് കൺവേർജൻസിനും യൂണിഫോം കൺവേർജൻസിനും 0 റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയിട്ട് വരില്ല. ഡൈവേർജൻസിന് മാത്രമേ 0 റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയിട്ട് വരും. ഓക്കെ, ഇതാണ് അതിന് കൺവേർജൻസ് പറഞ്ഞ പാട്ട്. നിങ്ങൾ ഇതൊന്നും വായിച്ചു നോക്കി ക്ലിയർ ആവുന്ന കാര്യമുള്ളൂ. കൺവേർജൻസ് അബ്സല്യൂട്ടും കൺവേർജൻസ് യൂണിഫോം. അബ്സല്യൂട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും പഠിച്ച് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ഞാൻ പറയാം, ഷോർട്ടായിട്ട് ഞാൻ പറയാം. ഈ ഒരു സെന്റൻസ് എല്ലാം നമുക്കൊരു റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടി.
ആർ എന്നൊരു റേഡിയസ് ഓഫ് കൺവെർജൻസ് കിട്ടി. അത് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് നമുക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇത് തരുമല്ലോ, പവർ സീരീസ് തരുമല്ലോ, അതിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് 6 കിട്ടുന്നു. മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ അത് ലെസ് ദാൻ 6 ആണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യും, ആ ഒരു സീരീസ് കൺവേർട്ട് ചെയ്യും. അത് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഗ്രേറ്റർ ദാൻ 6 ആണെങ്കിൽ ആ ഒരു സീരീസ് ഡൈവേർട്ട് ചെയ്യും. ഇത് ഫുള്ള് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ 6 ആണെങ്കിൽ അതിന്റെ റേഞ്ച് വരുന്നത് 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഒരിക്കലും ഇൻഫിനിറ്റിയാണ്. ആ റേഞ്ചിൽ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ 6 ആണെങ്കിൽ ഈ സീരീസ് കൺവേർജസ് ആയിരിക്കും. മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഗ്രേറ്റർ ദാൻ 6 ആണ്, 6 ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ ഒരു സീരീസ് എന്ത് പറയും, ഡൈവേർജൻ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ വെച്ച് പറയുകയാണെങ്കിൽ ഓക്കെ സെറ്റ് നോട്ട് ഈ ഒരു പുറത്ത് ഇതാണ് അതിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ്. 6 നല്ല റേഡിയസ് ഓഫ് കൺവെർജൻസ്, ഈ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് 6. ഈ ഒരു റീജിയനിൽ പുറത്തുള്ള എഫ് ഓഫ് സെറ്റ് 6 കൂടുതലാണെങ്കിൽ സോറി സെറ്റ് മൈനസ് സെറ്റ് നോട്ട് 6 കൂടുതലാണെങ്കിൽ എഫ് ഓഫ് സെറ്റ് ഇവിടെ ഡൈവേർജന്റ് ആണ് എഫ് ഓഫ് സെറ്റ്. ഈ ഒരു റീജിയന്റെ ഉള്ളിൽ എഫ് ഓഫ് സെറ്റ് എന്താണ്, കൺവേർജന്റ് ആണ്. ഓക്കെ, ഈ ഒരു റീജിയന്റെ ഉള്ളിൽ. പിന്നെ ഈ ഒരു ബൗണ്ടറി നമ്മൾ പറഞ്ഞ ബൗണ്ടറിയിൽ മേ ഓർ മേ നോട്ട് ബി കൺവേർജന്റ് ആയിരിക്കും. മേ ഓർ മേ നോട്ട് ബി കൺവേർജന്റ്, ചിലപ്പോൾ കൺവേർജന്റ് ആവും, ചിലപ്പോൾ കൺവേർജന്റ് അല്ലാണ്ടിരിക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ തുടക്കത്തിൽ പറയാനുള്ളത്. റേഡിയസ് ഓഫ് കൺവേർജൻസിന്റെ നമ്മൾ തുടക്കം കൺവേർജൻസ് എന്നാണ്. ഒരു പവർ സീരീസിന് കൺവേർജൻസ് എപ്പോഴാണ് കൺവേർജന്റ് ചെയ്യാനും നമ്മൾ ഇങ്ങനെയാണ് പറയാം. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ആറിനെ നമ്മൾ എന്ത് പറയും, ഇങ്ങനെയുള്ള ഒരു ആറിന് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നു. ഈ ഒരു ആറിന് കൺവേർട്ട് ചെയ്യുന്ന ആറിന് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ആൻഡ് സർക്കിൾ, ഈ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ഈ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞ സർക്കിളെ നമ്മൾ എന്തോ ഒരു സർക്കിൾ ഓഫ് കൺവേർജൻസ് എന്ന് പറയും. സർക്കിൾ ഓഫ് കൺവേർജൻസ്. അപ്പം നമുക്കിപ്പം ക്വസ്റ്റ്യൻ വരിക, ഫൈൻഡ് ദി റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദി പവർ സീരീസ് 6. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട 3 ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതിനെ ഫൈൻഡ് ദി സർക്കിൾ ഓഫ് കൺവേർജൻസ് ഓഫ് ദി പവർ സീരീസ്. സർക്കിൾ ഓഫ് കൺവേർജൻസ് നമുക്ക് കിട്ടിയ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഒരു സെറ്റ് മൈനസ് 2 ഈക്വൽ ടു 5 ആണെങ്കിൽ, റേഡിയസ് ഓഫ് കൺവേർജൻസ് 5 ആണെങ്കിൽ ഇങ്ങനെ ഒരു ഫോമിലാണ് നമ്മുടെ സർക്കിൾ ഓഫ് കൺവേർജൻസ് വരിക. ഓക്കെ, ക്ലിയർ ആണോ? എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഈ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി ഇക്വേഷൻസ് ആണുള്ളത്. അപ്പൊ ഇക്വേഷൻസ് നമുക്ക് പറയാം. റേഡിയസ് കൺവേർജൻസിന്റെ പവർ സീരീസിന്റെ ഇക്വേഷൻ. ഓക്കെ, മെയിൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ്. അറിയാം. അപ്പം റേഡിയസ് ഓഫ് കൺവേർജൻസ് പവർ സീരീസ്, അതിന്റെ 3 ഫോർമുല ഉണ്ട്. ആ 3 ഫോർമുലൊക്കെ 3 പേരുണ്ട്. ആ പേരൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അതിന്റെ ഫോർമുല പഠിച്ചേക്കണം. ആദ്യത്തെ കോഷീസ് nth റൂട്ട് ടെസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ വരുന്ന R is equal to 1 by limit mod an raised to 1 by n raised to infinity if the limit exists. ഇതിനെന്താ പറയാ, ഈ ഒരു ഫോർമുലയൊക്കെ നമ്മൾ പറയുന്നത് കോഷീസ് nth റൂട്ട് ടെസ്റ്റ്. ഓക്കെ, R is equal to 1 by limit n raised to infinity mod n raised to 1 by n if the limit exists. എന്ന് വെച്ചാൽ ആ ഒരു അടിയിൽ കണ്ടോ, ലിമിറ്റ് n raised to infinity mod n raised to 1 by n എന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു റേഡിയസ് ഓഫ് കൺവേർജൻസ് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പം ഇതിനെ എന്ത് പറയും, കോഷീസ് റൂട്ട് ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ,
കോഷീസ് റൂട്ട് ടെസ്റ്റ്, nth റൂട്ട് ടെസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ഈ 3 ഫോർമുല പഠിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പോകാം. രണ്ടാമത്തത് ചെറിയൊരു മാറ്റേയുള്ളൂ, ഈ 3 ഫോർമുലക്കും ചെറിയൊരു മാറ്റേയുള്ളൂ. R is equal to 1 by limit n tends to infinity supremum of mod n raised to 1 by n. If the limit always exists, the limit എപ്പോഴും the limit always exists, ഈ ലിമിറ്റ് എപ്പോഴും exist, always exist. ഇതാണ് എന്ത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിനറിയാം, ഇതിന്റെ പേരാണ് കോഷീസ് ഹാഡമാൻ ഫോർമുല. ചിലപ്പോ ഈ ഒരു ഫോർമുല ഒക്കെ ചോദിച്ചേക്കാം, ചിലപ്പോ ഹാഡമാൻ ഫോർമുല, കോഷീസ് ഹാഡമാൻ, അതായത് കോഷീസ് nth റൂട്ട് ടെസ്റ്റ്. ദിസ് ഇസ് കോഷീസ് ഹാഡമാൻ ഫോർമുല. R is equal to 1 by limit n tends to infinity supremum of mod n raised to 1 by n. ഇവിടെ ലിമിറ്റ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും, ദ ലിമിറ്റ് ഓൾവേസ് എക്സിസ്റ്റ്. കോഷീസ് ഹാഡമാൻ ഫോർമുല എന്നാണ് ഈ ഒരു ഫോർമുല പറയുന്നത്. ഇനി മൂന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല, ഓക്കെ, അതാണ് ലിമിറ്റ് n tends ഇങ്ങനെ പഠിച്ചോ, ലിമിറ്റ് n tends to infinity an divided by an plus 1 അതിന്റെ മോഡുലസ്. ഓക്കെ, ലിമിറ്റ് n tends to infinity an divided by an plus 1. അവിടെ provided the limit exists ആണ്, provided the limit exists. ഇത് മൂന്നാമത്തെ ഫോർമുല. ഓക്കെ, റേഡിയസ് ഓഫ് കൺവെർജൻസിന്റെ ഇതിനെ നമുക്ക് D'Alembert's റേഷ്യോ ടെസ്റ്റ്, D'Alembert's റേഷ്യോ ടെസ്റ്റ് എന്ന് പറയും. ആദ്യം നമ്മൾ പറഞ്ഞത് കോഷീസ് nth റൂട്ട് ടെസ്റ്റ്, രണ്ടാമത് പറഞ്ഞത് കോഷീസ് ഹാഡമാൻ ഫോർമുല, മൂന്നാമത്തത് D'Alembert's റേഷ്യോ ടെസ്റ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ഒരു ഫോർമുല വെച്ചിട്ട് അധിക ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റേഡിയസ് ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സാധാരണ ഇതിൽ ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ആയതുകൊണ്ട് പ്രോബ്ലത്തിലേക്ക് ആക്കാം. ഈ ഒരു 3 ഫോർമുലകൾ എന്തായാലും നല്ല രീതിയിൽ പഠിച്ചേക്കണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. സമ്മേഷൻ n is equal to 0 to infinity 2 raised to n by n factorial z raised to n as radius of convergence as radius of convergence r की denote ചെയ്യാം, radius of convergence infinity. ഓക്കെ, 2013 ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആ 3 ഫോർമുല, ആദ്യം 3 ഫോർമുല ആദ്യം നമുക്ക് an എന്താണ്, an ഇവിടെ എന്താണ്, ആർക്കെങ്കിലും പറയാം an ഇവിടെ എന്താണ്? ഹലോ, an എന്താണ് ഇവിടെ? എന്താണ്? 2 raised to n by n factorial. ഓക്കെ, ഈ ഒരു n ഫാക്ടോറിയല് ടേം വന്നു കഴിഞ്ഞാൽ, n ഫാക്ടോറിയൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ലാസ്റ്റ് പഠിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, ഏത് D'Alembert's റേഷ്യോ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക. ആർക്കെങ്കിലും പറയാമോ D'Alembert's റേഷ്യോ ടെസ്റ്റിന് റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണ് ഇക്വേഷൻ R is equal to, ഹലോ, R is equal to ലാസ്റ്റ് പഠിച്ച ഇക്വേഷൻ പ്ലസ് 1 ഒന്നുമില്ല, ഡയറക്റ്റ് an by n plus 1 അല്ലേ. ലിമിറ്റ് n dash to infinity an എന്താണ് 2 raised to n divided by n factorial എന്നുവെച്ചാൽ an plus 1 എന്താണ് n plus 1 2 raised to n plus 1 അതിന്റെ സ്ഥാനത്ത് n plus 1 കൊടുക്കുക, n plus 1 factorial.
അത് ഇതിന്റെ അടിയിലാണ് വരിക. ഇതിന്റെ അടിയിൽ വരുന്നതുകൊണ്ട് ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ വരുന്നതുകൊണ്ട് അത് ന്യൂമറേറ്ററിൽ ഇൻറ്റു ചെയ്താൽ മതി, തിരിച്ചിട്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പം n+1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2n+1. ഓക്കെ, ഇത് ഏതൊക്കെ ക്യാൻസൽ ആയി പോകും? 2n ഉം 2n ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇവിടെ ബാക്കി വരും ഒരു 2 മാത്രം ബാക്കി വരും. ഓക്കെ, അവിടെ ഒരു 2 മാത്രം, ഇവിടെ 2 മാത്രം ബാക്കി. അപ്പൊ ലിമിറ്റ് n/∞, ബാക്കി n+1 ഫാക്ടോറിയൽ ഉള്ളൂ. n+1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 × n ഫാക്ടോറിയൽ. ഓക്കെ, n ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താണ്? n ഫാക്ടോറിയൽ = 1 × 2 × up to n വരെ. n+1 ഫാക്ടോറിയൽ എന്താണ്? 1 × 2 × n × n+1 വരെ. അപ്പൊ നമ്മൾ n+1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ 1 × 2 × n. അപ്പൊ n വരെ ക്യാൻസൽ ആയിക്കും. ബാക്കി വരുന്നത് മേലുള്ള n+1 മാത്രം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? ലിമിറ്റ് n/∞ n+1 ഡിവൈഡ് ബൈ 2 n+1 ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പൊ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് n/∞. ഓക്കെ, പറഞ്ഞു. n+1 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാമെന്ന് സാർ പറഞ്ഞു? n+1 ഫാക്ടോറിയൽ 1 × 2 × 3 × n ഫാക്ടോറിയൽ ഇതാണെങ്കിൽ n+1 ഫാക്ടോറിയൽ എന്തായിരിക്കും? ഒരു n+1 കൂടി എഴുതിയാൽ പറയില്ലോ. ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 × 2 × 3 × up to n × n+1 ആണ് എന്ത്? n+1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്താണ്? n ഫാക്ടോറിയൽ ആണ്. 2 അവിടെ 2 കോൺസ്റ്റന്റ് ആണ്. ഡിവൈഡ് ബൈ 1 × 2 × n ആണ് വരിക. അപ്പം ആ n വരുന്ന ടേംസ് ഒക്കെ ക്യാൻസൽ ആയി. ഇപ്പൊ മേലെ വെറും n+1 മാത്രം ബാക്കി വരും. ഓക്കെ, അപ്പൊ ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ലിമിറ്റ് n/∞ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് n ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പൊ ഇൻഫിനിറ്റി എന്ത് വരും? r = എന്ത് വരും? ഇൻഫിനിറ്റി വരും. ഓക്കെ, ക്ലിയർ അല്ലേ? എന്ത് ഡൗട്ട് ഉണ്ടോ? ഹലോ ഹലോ ഹലോ, ക്ലിയർ ആണോ? ക്ലിയർ ആയി സർ. പിന്നെ ക്ലിയർ ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യേണ്ട. n+1 എന്നുള്ള 2 ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ഹോംവർക്ക് അയച്ചതാ. അത് വർക്ക്ഔട്ട് ചെയ്യാം. ഇനി അടുത്തത് ദി റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദി പവർ സീരീസ്. ട്രൂ ഓർ ഫാൾസ് തന്നെയാണ്. ഇതാ സാധാരണ ട്രൂ ഓർ ഫാൾസിന്റെ ഈ ഒരു ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഉണ്ടാകുന്നത്? റേഡിയസ് ഓഫ് കൺവേർജൻസിന്റെ ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദ പവർ സീരീസ് summation n = 0 to infinity 3 plus minus 1/n all raised to n z raised to n. ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട സിമ്പിൾ ആണ്. z അല്ല, z-2 all raised to n. z-2 all raised to n z-2 all raised to n is at least 1. Is at least 1. എന്നുവെച്ചാൽ ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കുറഞ്ഞത് 1 അതാണ് ട്രൂ ഓർ ഫാൾസ് വെച്ചത്. അപ്പൊ നമുക്ക് a ആദ്യം എഴുതാം. ഈ ഒരു റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എടുത്തെഴുതുന്നത് എന്താണ്? a ആണ്. a എഴുതാം. 3 plus minus 1/n. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ 3 plus ഒരു -1/n all raised to n. all raised to n ഉള്ള ഒരു ടേം എപ്പോഴും all raised to n ഇങ്ങനെ ഒരു ടേം വന്നു കഴിഞ്ഞാൽ all raised to n ഇങ്ങനെ ഒരു ടേം മാത്രം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണിരിക്കും? an/1/n mod an/1/n മോഡ്ലെസ് ആണ്. mod an/1/n ആണ്. mod an/1/n എഴുതാം. 3 plus minus 1/n. ഇതാണ് ഒന്നുമില്ല, ഇത് raised to 1/n.
ഇത് റേസ് ടു 1 നമ്മൾ ഈ ഒരു n ക്യാൻസൽ ആയിട്ട് ലാസ്റ്റ് 3 + 1 - 1 റേസ് ടു n മാത്രം കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇനി ഇതിന എന്താ പറയാ, ഇതിനാ n ഓടും n ഈവൺ വരുന്ന ടേം ആക്കി മാറ്റി. n ഓട് വരുമ്പോൾ എന്ത് വരും? n ഓട് വരുമ്പോൾ 3 - 1 റേസ് ടു ഒരു ഓട് ടേം എന്ന് പറയുമ്പോൾ -1 തന്നെ. അപ്പം എന്ത് വരും? 2 ഈഫ് n ഓട്. ഇനി ഈവൺ n ഈവൺ വരുമ്പോൾ 4 ഈഫ് n ഈവൺ. 2 ഈഫ് n ഓട് ആൻഡ് 4 ഈഫ് n ഈവൺ. അപ്പൊ ഇനി അടുത്തത്, ഇനി ഇവിടെ നമ്മൾ 2 ഫോർമുലയും കൂടി പഠിച്ചിട്ടുണ്ട്. എന്ത്? റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണ്. അപ്പം 2 ഫോർമുല, ഒന്ന് ലിമിറ്റ് n∞ ആ ഒരു ഫോർമുല. പിന്നെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കേളി ബ്രാക്കറ്റും 2 ടേം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സുപ്രീം ആണ് ഉപയോഗിക്കുക. ലിമിറ്റ് n∞ സുപ്രീം ഓഫ് ആ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് സുപ്രീം കണ്ടുപിടിക്കണം. ആദ്യം സുപ്രീം ഓഫ് മോഡ് n⁻⁴. ഇതിന്റെ സുപ്രീം എന്താണ്? ഗ്രേറ്റസ്റ്റ് വാല്യൂ 4. ഓക്കെ, അപ്പം ലിമിറ്റ് n∞ സുപ്രീം ഓഫ് മോഡ് n⁻⁴ എന്ന് പറയുന്നത് 4 കിട്ടി. അപ്പൊ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്താണ്? r = 1 ലിമിറ്റ് സുപ്രീം ഓഫ് മോഡ് n⁻⁴ ആസ് ഈക്വൽ ടു 1/4. ഓക്കെ, ഇതാണ് എന്ത് നമ്മള് സുപ്രീം കിട്ടിയത്. ഈ 1/4 എന്ന് പറയുന്നത് >1 ആയതുകൊണ്ട് നമുക്ക് പറയാം അറ്റ്മോസ്റ്റ് 1 എന്ന് പറയാൻ പറ്റും, അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, നമ്മളെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്ന് പറയാം. ഓക്കെ, റേഡിയസ് ഓഫ് കൺവെർജൻസ് അറ്റ്ലീസ്റ്റ് 1 എന്നല്ല പറഞ്ഞത്. ഇത് >1 ആണ്, അതുകൊണ്ട് തന്നെ അറ്റ്മോസ്റ്റ് 1 ആണ്. അതുകൊണ്ട് റേഡിയസ് ഓഫ് കൺവെർജൻസ് നമുക്ക് എന്താ പറയാം, റേഡിയസ് ഓഫ് കൺവെർജൻസ് അറ്റ്മോസ്റ്റ് 1 എന്ന് പറയാം. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഭാഗത്ത് ക്ലിയർ ആവുന്നുണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ ടൈപ്പാണ്. സെക്കൻഡ് ടൈപ്പ്. തേർഡ് ടൈപ്പും ഇതേ ഫോമാണ്. കാരണം തേർഡ് ടൈപ്പിന് ഒരു വ്യത്യാസങ്ങളും ലിമിറ്റ് n∞ മോഡ് n⁻⁴ അല്ല, ആ ഒരു ലിമിറ്റ് അസിസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്പ് ഇത് തന്നെയാണ്, മോഡ് n⁻⁴ കണ്ടുപിടിക്കുക. ഇങ്ങനെ തേർഡ് ബ്രാക്കറ്റ് കെട്ടി 2 ടേം ഒക്കെ ഉണ്ടെങ്കിൽ സുപ്രീമും കണ്ടുപിടിക്കുക. ഒറ്റ ടേം ആണെങ്കിൽ അത് മറ്റേ ലിമിറ്റ് മോഡ് n⁻⁴ റൂട്ട് ടെസ്റ്റ് എടുത്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ സാർ, ഈ 2, 4 ഒക്കെ നമ്മൾ എന്ന് എടുക്കുന്നത്? 2, 4 അത് ഒന്നുമില്ല, നമുക്ക് ഇത്ര കിട്ടിയാണ്. ഈ ഒരു ടേം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ n ഓടും എടുക്കും, n ഈവൺ എടുക്കും. അത് n ഓട് എടുക്കാം. n ഓട് എടുത്ത് കൊടുത്ത n ഓട് കൊടുത്ത് നോക്കിയാ 1, 3, 5, 7 ഏത് ടേം കൊടുത്തു കഴിഞ്ഞാൽ -1 റേസ് ടു ഒരു ഓട് ടേം എന്ന് പറയുന്നത് എന്താ കിട്ടാം? -1 കിട്ടാം. അപ്പൊ 3 - 1 അത് 2 കിട്ടും. ഇനി അതൊരു ഈവൻ ടേം n 2, 4, 6 അങ്ങനെ ഏത് ടേം ആയി കഴിഞ്ഞാലും -1 റേസ് ടു 2 അല്ലെങ്കിൽ -1 റേസ് ടു 4. അപ്പൊ -1 റേസ് ടു 4 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 2 എന്ന് പറയുമ്പോൾ അത് 1 ആണ്. അപ്പൊ എന്ത് കിട്ടും? 3 + 1 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കിട്ടും. അപ്പം n ഓടാണെങ്കിൽ 2, ഈവൺ ആണെങ്കിൽ 4. ഓക്കെ, അതാണ് ചോദിച്ചത്. ഓക്കെ ആണോ? ഹലോ, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്ത ഇതിൽ രണ്ടൊരു സ്ഥിരമായിട്ട് വെക്കുന്ന 2 പ്രൂഫ് അല്ല, സിമ്പിൾ ആയിട്ട് 2 കാര്യങ്ങളുണ്ട്. സിമ്പിൾ അല്ല, ഒന്ന് 5 മാർക്കിന് 5 മാർക്കിന് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്ന് ട്രൂ ഓർ ഫോൾസ് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ആ ട്രൂ ഓർ ഫോൾസ് ചോദിച്ച ക്വസ്റ്റൻ എഴുതാം. ഇതാണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻ ആണെങ്കിലും, ലെങ്തി അല്ല, നമുക്കൊരു ഈസി ആയിട്ട് തോന്നും. ഈ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ദി പവർ സീരീസ് summation n = 0 to ∞ an z to n is r, then the radius of convergence of the power series of the power series summation n = 0 to ∞
NA Z raised to N is NR. 2014 ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, ഈ ഒരു പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആറാണെങ്കിൽ സമ്മേഷൻ N into AN Z raised to N ന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണ്? NR ആണ് എന്നാണ് ചോദ്യം. ഇത് ട്രൂ ഓർ ഫോൾസ് ആണ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഒറ്റ നാമത്തിൽ നിങ്ങൾക്ക് എന്ത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നത് ഇത് ക്വസ്റ്റ്യൻ ഗസ് ചെയ്യാൻ, ഗസ് അടിക്കാൻ. ഗസ് ചെയ്യാനാണെങ്കിൽ എന്താ പറയുന്നത്? ഇത് ട്രൂ ആണോ ഫോൾസ് ആണ്? ട്രൂ ആയിരിക്കും. നമുക്ക് ട്രൂ ആണെന്ന് തോന്നും. അതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല ഒരിക്കലും അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. NR ആണ് അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ് ഈ ഒരു ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം റേഡിയസ് ഓഫ് കൺവേർജൻസ് നമുക്ക് തന്നിട്ടുള്ള സാധനത്തിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണ്? ആറാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സമ്മേഷൻ NA ന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ്. അതിനെ വേറൊരു സീക്വൻസ് ആയിട്ടുണ്ട്. BN = NA എന്ന് എടുക്കാം. BN = NA. എന്നിട്ട് നമുക്ക് ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണം. ഇത് ലാസ്റ്റ് റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. റൂട്ട് ടെസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പം BN/BN+ ആണ്. BN/BN+1. BN/BN+1 എന്ന് എഴുതുക. NA ഡിവൈഡ് ബൈ അല്ല മോഡ് BN/BN+1 മോഡ് എടുത്തോ. ലിമിറ്റ് N ടെസ്റ്റ് ഇൻഫിനിറ്റി അവിടെ ഉണ്ട്. ലിമിറ്റ് N ടെസ്റ്റ് ഇൻഫിനിറ്റി ഇവിടെ ഉണ്ട്. ലിമിറ്റ് N ടെസ്റ്റ് ഇൻഫിനിറ്റി BN/BN+1. BN+1 എന്നാണ് AN+1. ഓക്കെ, അപ്പം ലിമിറ്റ് N ടെസ്റ്റ് ഇൻഫിനിറ്റി ഇതിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നത്. മോഡ് N/N+1 ഇൻറ്റു AN/AN+1. അപ്പം സമ്മേഷൻ ഈ റേഡിയസ് കൺവേർജൻസ് AN/Z ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അർത്ഥം? ലിമിറ്റ് N ടെസ്റ്റ് ഇൻഫിനിറ്റി AN/AN+1 എന്താണ്? എവിടേക്ക് പോവാ? ആറിലേക്ക് പോകുന്നതാണ്. ആറിലേക്കല്ല, സോറി ഓക്കെ. AN/AN+1 ആറാണെന്നാണ് അതിന്റെ അർത്ഥം. ലിമിറ്റ് N ടെസ്റ്റ് ഇൻഫിനിറ്റി AN/AN+1 എന്ന് വെച്ചാൽ കാരണം ഈ ഒരു സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലേക്ക് ആ ഒരു ഇക്വേഷൻ മോഡലസ് പറയുന്നത് ആറാണെന്ന് അർത്ഥം. അപ്പൊ ഇതെന്തിലേക്ക് പോകും? ആറിലേക്ക് പോകും. ഇനി നമുക്ക് ഇതും കൂടി ഏതിലേക്ക് പോകും നോക്കണം. N/N+1 ഏതിലേക്ക് പോകാൻ നോക്കണം. അപ്പൊ ലിമിറ്റ് N ടെസ്റ്റ് ഇൻഫിനിറ്റി N/N+1. ഒന്നുമില്ല, ഇതില് N പുറത്തെടുത്ത് അടിയിൽ നിന്ന് N പുറത്തെടുത്ത് മേലെ N ഉണ്ട്. അപ്പം N/N × 1 + 1/N കിട്ടും. അപ്പൊ എന്ത് കിട്ടും? N ക്യാൻസൽ കിട്ടും. ലിമിറ്റ് N ടെസ്റ്റ് ഇൻഫിനിറ്റി പറയുമ്പോൾ 1/1 + 1/∞. 1/∞ എന്നാൽ 0 ആണ്. അപ്പം 1 കിട്ടും. ഓക്കെ, അപ്പൊ ഇത് 1ലേക്ക് പോയി, ഇതെവിടത്തേക്ക് പോയി? 1ലേക്ക് പോയി, 6ലേക്ക് പോയി. അപ്പൊ എന്താണ് ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ്? 6 ആണ്. ഓക്കെ, നമ്മള് ക്വസ്റ്റ്യനിൽ തന്നത് NR ആണ്. അപ്പൊ നമ്മൾ BN ന്റെ റേഡിയസ് ഓഫ് BN എന്ന സീക്വൻസ് ഇതാണ്. NA ന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിച്ചു. അതിന്റെയാണ് 6 ആണ്. ഓക്കെ, ക്ലിയർ ആണ്? സിമ്പിൾ പ്രൂഫ് അല്ലേ? എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ? ഹലോ, ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. ഇനി അടുത്തത് കുറച്ച് ലെങ്തി ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ ആ പ്രൂഫ് വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ആദ്യം പറഞ്ഞു നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് തുടക്കത്തിൽ ഒന്നുമില്ല. നമ്മൾ കണ്ടുപിടിക്കാൻ എന്താണ്? NA Z raised to N. ഈ ഒരു പുതിയൊരു ഇപ്പൊ ഇത് AN കൊടുത്തുകൂടാലോ. AN = NA നമുക്ക് ഒരു എഴുതിക്കൂടാലോ. നമ്മളൊരു പുതിയൊരു അതിന്റെ ANth ടേം അത് BN നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതേ. BN നമ്മൾ അതിനെ BN ഡിനോട്ട് ചെയ്തു. അതിന്റെ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ AN ഇല്ലേ, അതിന്റെ AN ഇപ്പം നമ്മൾ സമ്മേഷൻ AN Z raised to N ഇല്ലേ, ഈ ഒരു ടേമിൽ AN ആയിട്ട് എടുത്തു. ഇങ്ങനെ പുതിയൊരു ഇത് വരുമ്പോൾ നമ്മൾ എപ്പോഴും എന്തെടുക്കണം? പുതിയൊരു
സീക്വൻസ് ആയിട്ട് ബി എന്ന് വെച്ച് എടുക്കണം. ഓക്കെ, ബി എന്ന് അല്ലെങ്കിൽ ബി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സി എൻ സീക്വൽ ടു 1 എടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബി എന്ന് എടുത്തത്. ഓക്കെ സർ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് ഒരിക്കല് എനിക്കൊന്ന് 3 മാർക്കിനോ ഇതിന്റെ പ്രൂഫ് ചോദിച്ചു. സിമ്പിൾ ആണ് പ്രൂഫ്, 2 സെക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ഇതാണ് if the series summation n equal to 0 to infinity an z raised to n has radius of convergence R1 equal to R1 and the series summation n equal to 0 to infinity bn z raised to n has radius of convergence equal to R2. Then summation n equal to 0 to infinity an plus bn or z raised to n has radius of convergence minimum of at least minimum of R1, R2. എന്നുവെച്ചാൽ ഈ 2 സീരീസ് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സീരീസിന്റെ റേഡിയസ് എന്ന് R2, ഈ ഒരു സീരീസിന്റെ റേഡിയസ് ഈ ഒരു സീരീസിന്റെ റേഡിയസ് R1, ഇതിന്റെ R2. അങ്ങനെയാണെങ്കിൽ അതിന്റെ സമ്മിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് അറ്റ്ലീസ്റ്റ് എന്ന് വെച്ചാൽ കുറഞ്ഞത് എന്ത് മിനിമം ഓഫ് R1, R2 വരും. അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അതിന്റെ പ്രൂഫ് ചെയ്യുമ്പോൾ 2 കേസ് ആയിട്ട് എടുക്കണം. ഇതിന്റെ പ്രൂഫ് നമ്മൾ 2 കേസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ആദ്യം ഈ ഒരു നമുക്ക് തന്ന R1 R2 ഉണ്ടല്ലോ, കേസ് 1 ഒന്നുമില്ല, R1 R2 നോട്ട് ഈക്വൽ ടു എന്ന് എടുക്കുക. രണ്ടാമത്തെ കേസ് എന്തായിരിക്കും? അപ്പോ കോമൺലി R1 R2 ഈക്വൽ ടു എന്നുള്ള കേസ്. അപ്പൊ ആദ്യത്തെ കേസ് നമ്മൾ R1 നോട്ട് ഈക്വൽ ടു R2 വിത്തൗട്ട് ലോസ് ഓഫ് ജനറേറ്റ് R1 ലെസ് ദാൻ R2 എന്ന് എടുക്കുക. R1 ലെസ് ദാൻ R2 നമ്മൾ ഫിഗർ വരയ്ക്കുക. R1 ലെസ് ദാൻ R2 നമ്മൾ സാധാരണ ഒരു അൻലെസ് R1 ലെസ് 2 റേഡിയസ് ഒരു അൻലെസ് R1, ഇതിന്റെ റേഡിയസ് R2, ഇതിന്റെ റേഡിയസ് R2, ഇതിന്റെ റേഡിയസ് R1. ഇനി കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ, ആ ഒരു ഫിഗറിൽ ശ്രദ്ധിച്ചാൽ ഈ ഒരു പോയിന്റ് ഈ ഒരു അനലസിലാണ്, സെഡ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഈ ഒരു അനലസിലാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു പോയിന്റ് ഒന്നുമില്ല, ഈ സെഡ് സ്റ്റാർ ആക്സിസ് സെഡ് സ്റ്റാർ സമ്മേഷൻ നമ്മുടെ സമ്മേഷൻ n equal to 0 to infinity R1 എന്ന് പറഞ്ഞ റേഡിയസ് അല്ലേ, ഈ ഒരു R1 എന്ന് പറഞ്ഞ റേഡിയസ് ഓഫ് കൺവെർജൻസ് R1 എന്ന് പറഞ്ഞ റേഡിയസ് ആയിരിക്കാനുള്ളത്. സമ്മേഷൻ n equal to 0 to infinity an z raised to n ആണ് എന്ത് R1 എന്ന് പറഞ്ഞ റേഡിയസ് ഉള്ളത്. അതേപോലെ തന്നെ സമ്മേഷൻ n equal to 0 to infinity bn z raised to n ആണ് R2 എന്ന് പറഞ്ഞ റേഡിയസ് ഉള്ളത്. ഈ ഒരു R1 എന്ന് പറഞ്ഞ റേഡിയസിനകത്തും പുറത്തല്ലേ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ്, Z1 സെഡ് സ്റ്റാറും ഈ ഒരു ഇതിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിനെക്കാട്ടും കൂടുതലല്ലേ. അപ്പൊ സമ്മേഷൻ സെഡ് സ്റ്റാറിലെ സമ്മേഷൻ an z raised to n കൺവേഴ്സ് ആയിരിക്കോ ഡൈവേഴ്സ് ആയിരിക്കോ അതിന് പറയാൻ പറ്റുമോ? അതിനെക്കാട്ടും കൂടുതലാണ് ഡിസ്റ്റൻസ്. മോഡ് സെഡ് മൈനസ് സെഡ് സ്റ്റാർ എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ R1 ആണ്. അപ്പൊ ഇതിന്റെ ഇത് കൺവേഴ്സ് ആയിരിക്കോ ഡൈവേഴ്സ് ആയിരിക്കോ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് വെച്ചിട്ട് എന്ത് ഡൈവേഴ്സ്. ഓക്കെ, അറ്റ് സെഡ് സ്റ്റാർ തന്നെ നമ്മുടെ സമ്മേഷൻ n equal to 0 to infinity bn z raised to n എന്തായിരിക്കും? കൺവേഴ്സ് ആയിരിക്കോ ഡൈവേഴ്സ് ആയിരിക്കോ? bn z raised to n വെച്ചാൽ അതിന്റെ റേഡിയസ് ഇത്ര ഉണ്ട് കേട്ടോ, ആ ഒരു പോയിന്റ് ഉള്ളിലുമാണ് വരുന്നത്. അപ്പം മോഡ് സെഡ് മൈനസ് സെഡ് സ്റ്റാർ എന്ന് പറയുന്നത് ലെസ് ദാൻ R2 ആണ്. അപ്പൊ അതിന്റെ ഇത് കൺവേഴ്സ് ആയിരിക്കോ ഡൈവേഴ്സ് ആയിരിക്കോ? കൺവേഴ്സ്. അപ്പൊ ഇതിന്റെ സമ്മോ ഒരു സീരീസ് ഡൈവേഴ്സ് ആയി, അതിലൊരു സീരീസ് ഡൈവേഴ്സ് ആയി അതിന്റെ സം എപ്പോഴും എന്തായിരിക്കും? അറ്റ് സെഡ് സ്റ്റാർ സെഡ് ഈക്വൽ ടു an plus bn
Z(n) എന്ന് പറഞ്ഞാൽ സം. അതിൽ സം പറയുന്നത് ഒന്ന് ഡൈവേഴ്സസ് ആയാൽ തന്നെ അത് ഡൈവേഴ്സ് ആയി. ഓക്കെ, ഒന്ന് ഡൈവേഴ്സ് ആയ ഡൈവേഴ്സ് ആകും, ഒരിക്കലും കൺവേർജൻ ആവില്ല. കാരണം സമ്മേഷൻ ഇല്ല. ഒരു സീരീസ് എന്ത് ഒരു 1+ ഇങ്ങനെ ഒരു സീരീസ് 1+x² + 1 - z² അങ്ങനെ വലിയൊരു സീരീസ് ആണ് വെച്ചോ. അത് ഇത് ഡൈവേർജൻ ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. അതിൽ ഇതുപോലത്തെ ഡൈവേർജൻ സീരീസ് അതിനോട് ഒരു കൺവേർജൻ സീരീസും വന്നു. അതുകൊണ്ട് അത് എന്താ പറയാ ഡൈവേർജന്റ് ആണെന്ന് സോറി കൺവേർജന്റ് ആണെന്ന് നിർബന്ധമില്ല, അത് ഡൈവേർജന്റ് ആയിരുന്നു. ഓക്കെ, അതിന്റെ അത് ഡൈവേർജൻസ് അതാണ് വെക്കും. അതേപോലെ തന്നെ ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ ഒരു പോയിന്റ് എന്തിലെടുക്കുക, ഉള്ളിലെടുക്കുക, സെസ്റ്റാർ. ഓക്കെ, ഈ ഒരു പോയിന്റ് ഉള്ളിലെടുക്കുക, സെസ്റ്റാർ ഉള്ളിലാണ്. അപ്പൊ സെസ്റ്റാറിൽ ഇത് രണ്ടും എന്തായിരിക്കും? നിങ്ങൾക്ക് ഇത് ഇത്ര പേര് മനസ്സിലായെങ്കിൽ ഇത് രണ്ടും പേര് പറയാൻ പറ്റും. ഇത് രണ്ടും എന്തായിരിക്കും? കൺവേർജൻസ് ആയിരിക്കും, ഡൈവേർജൻസ് ആയിരിക്കും? ഹലോ, കൺവേർജൻസ്. ഓക്കെ, അപ്പൊ അതിന്റെ സമ്മും കൺവേർജൻസ് ആയിരിക്കും. രണ്ട് സീരീസ് കൺവേർജ് ആയതുകൊണ്ട് അതിന്റെ സമ്മും കൺവേർജൻസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അപ്പം ഇനി ശ്രദ്ധിക്കുക, മിനിമം മാർവണിന്റെ ആർട്ടുവിന്റെയും ഡിസ്റ്റൻസിന്റെ മിനിമം ആയിരിക്കും ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് വന്നു കഴിഞ്ഞാൽ. റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈ ഒരു സീരീസ് കൺവേർജൻ, ഈ സമ്മിന്റെ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ ഈ ഒരു സെറ്റ് സ്റ്റാർ അല്ലെങ്കിൽ ആ സെറ്റ് സ്റ്റാറിലേക്കുള്ള ദൂരം എപ്പോഴും R1ന്റെ R2ന്റെയും എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഓക്കെ, അപ്പം റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈ ഒരു കേസിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താ പറയാ നമുക്ക്? മിനിമം ഓഫ് ലെസ്. ഓക്കെ, ഈ ഒരു കേസിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് വരുന്ന മിനിമം ഓഫ് R1, R2 ആയിരിക്കണം. എന്ത് R1 ≠ R2 ആ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്തായിരിക്കണം? മിനിമം ഓഫ് R1, R2 ആയിരിക്കണം. എന്നാൽ മാത്രമല്ല ഈ ഒരു റേഡിയസ് ഓഫ് കൺവേർജ് ചെയ്യണം ഈ ഒരു സീരീസ്. അത് അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അതിന്റെ ഇത്ര ക്ലിയർ ആണോ? ഈ ഒരു പാർട്ട് ക്ലിയർ ആണോ? ഈ ഒരു പാർട്ട് ക്ലിയർ ആണെങ്കിൽ അടുത്തത് ക്ലിയർ കഴിയും. S2 S1 ക്ലിയർ ആണോ? ഇത് മാറ്റിയിട്ടാണ് അടുത്ത പറയും. മിനിമം എടുക്കണം ആ ഒരു R1ന്റെ R2ന്റെ അത് കൺവേർട്ട് ചെയ്യേണ്ടിയിരിക്കും. ഓക്കെ ആണോ? ഹലോ, എന്നാ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, മിനിമം എടുക്കാൻ കാര്യം സാർ, ഈ ഒരു സീരീസ് കൺവേർജന്റ് ആണ്. അപ്പം നമ്മൾ വരച്ചത് കണ്ടോ, ഇപ്പൊ ഒരു പോയിന്റ് സെസ്റ്റാർ എന്ന് പറഞ്ഞ പോയിന്റ്, അത് ഈ ഉള്ളിൽ വന്നപ്പോഴല്ലേ ഇത് രണ്ട് കൺവേർജന്റ് ആയത്. അപ്പം ഇതിന്റെ ഡിസ്റ്റൻസ് എന്താ പറയാ R1 എന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ടോ, ഈ ഒരു R1 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും R2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും എന്നുവെച്ചാൽ റേഡിയസ് ആണ്. അതിന് രണ്ടിന്റെ മിനിമം എടുത്തു കഴിഞ്ഞാൽ മാത്രമല്ലേ. ഇപ്പം ഈ ഒരു സെസ്റ്റാർ ഇപ്പൊ നമ്മൾ എടുത്തത് പുറത്താന്ന് വെച്ചു, പുറത്താന്ന് അത് സെസ്റ്റാർ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ പറയാ മാക്സിമം വന്നില്ലേ, പുറത്തേക്ക് പോയി. അപ്പൊ നമ്മള് ഇത് എപ്പോഴാ കൺവേർജന്റ് ആണെന്ന് നോക്കണം. ഈ ഒരു സീരീസ് എപ്പോഴാ കൺവേർജന്റ് ആവും? ഈ സെസ്റ്റാർ R1ന്റെയും R2ന്റെ ഉള്ളിലാണ്, R1ന്റെയും R2ന്റെ ഉള്ളിലാണ്, രണ്ടിന്റെ മിനിമത്തിന്റെ ഉള്ളിൽ. എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ R1 അല്ലേ ചെറുത്, അപ്പം മിനിമം ഓഫ് R1, R2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? R1 ആയിരിക്കും. മിനിമം ആയിരിക്കണം ഈ ഒരു R1ന്റെ R2ന്റെയും മിനിമം. അപ്പം R1 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിനേക്കാൾ ഉള്ളിൽ ഇങ്ങനെ ഒരു പോയിന്റ് വന്നാൽ അത് ആ ഒരു പോയിന്റ് നമുക്ക് എന്താ പറയാൻ പറ്റും? ഇത് കൺവേർജൻ ആണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് മിനിമം എടുക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു റേഡിയസ്, ഈ ഒരു റേഡിയസ്, ഇതിന്റെ മിനിമം എന്ന് വെച്ചാൽ ഇത് ഈ സെസ്റ്റാർ ഏതിന്റെ ഉള്ളിലാണ്? R1ന്റെ ഉള്ളിലാണ്, R2ന്റെ ഉള്ളിലാണ്. ഓക്കെ, R1ന്റെ ഉള്ളിലാണ്, R2ന്റെ ഉള്ളിലാണ്. നോക്കുമ്പോൾ ഇത് പോസിബിൾ ചെയ്യാൻ നമുക്ക് പറയാം R2ന്റെ ഉള്ളിലാണ്. അതേപോലെ തന്നെ ഇത് നോക്കുമ്പോൾ R1ന്റെ ഉള്ളിലാണ്. അപ്പൊ ഇതിന്റെ മിനിമം ഡിസ്റ്റൻസിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പോയിന്റ് വന്നാൽ മാത്രമേ നമ്മൾ എന്ത് പറയും? അത് കൺവേർജന്റ് ആണെന്ന് പറയാം. ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു സീരീസ് ഡൈവേർജന്റ് ആയി പോകും. ഈ ഒരു ഇവിടെ വന്നാലും ഈ പുറത്ത് വന്നാലും അത് ഡൈവേർജന്റ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസിന്റെ മിനിമം എടുത്തിട്ട് നമ്മൾ ആ പോയിന്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്തായിരിക്കും? മിനിമം ആയിരിക്കും R1ന്റെ R2ന്റെ. ഓക്കെ,
Okay, sir. ഓക്കെ. ഇനി അടുത്തത് കേസ് 2. നമ്മൾ പറഞ്ഞു R1 നോട്ട് ഈക്വൽ ടു R2 എടുത്തു. ഇനി R1 ഈക്വൽ ടു R2. R1 ഈക്വൽ ടു R2 ന്റെ കേസ് R1 ഈക്വൽ ടു R2 ആണെങ്കിൽ ഒറ്റ സർക്കിൾ പറയാം നമുക്ക്. R1 ഈക്വൽ ടു R2 ഒരു സർക്കിൾ റേഡിയസ് R1 ഈക്വൽ ടു R2 ആണ്. ഒന്നുമില്ല, ഒരു R1 റേഡിയസ് അല്ല, ഒരു R റേഡിയസ്. ഓക്കെ, നമ്മളൊരു പോയിന്റ് സെറ്റ് ഇൻസൈഡ് എടുത്തു, ഇൻസൈഡ് സെറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ സീരീസ് കൺവേർജന്റ് ആണ്. ഏത് എന് കൺവേർജൻ, എൻ സെപ്പറേഷന് കൺവേർജൻസ് ആണ്, ബി എൻ സെപ്പറേഷനും കൺവേർജൻസ് ആണ്, കാരണം ഉള്ളിലെ പോയിന്റ്. അപ്പൊ എന്ത് നമുക്ക് എന്താ പറയാം, സമ്മേഷൻ എ എൻ പ്ലസ് ബി എൻ സെപ്പറേഷൻ ടു എൻ അതും കൺവേർജൻസ് ആണ്. എന്ത് ഇൻസൈഡ് പോയിന്റ് എടുക്കും. ഇനി ആ പോയിന്റ് ഔട്ട്സൈഡ് എടുക്കും. ഏതൊക്കെ ഡൈവേർജന്റ് ആണ്? സമ്മേഷൻ എ എൻ സെപ്പറേഷൻ ടു എൻ ഡൈവേഴ്സ് ആണ്. ഓക്കെ, ഡൈവേഴ്സ് ആണ്. സമ്മേഷൻ ബി എൻ സെപ്പറേഷനും ഡൈവേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണ് സമ്മേഷൻ എ എൻ പ്ലസ് ബി എൻ സെപ്പറേഷൻ എന്തായിരിക്കും? രണ്ട് ഡൈവേർജന്റ് സീരീസ് ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ രണ്ട് ഡൈവേർജന്റ് സീരീസ് എടുത്താൽ അത് എപ്പോ കൺവേർജന്റ് ആവും? കൺവേർജൻസ് ഈഫ് റേഡിയസ് ഓഫ് കൺവേർജൻസ് മിനിമം ഓഫ് വെച്ചാൽ ഈ ഒരു പോയിന്റ് അഥവാ ഇവിടത്തേക്ക് അടുത്ത് വരുമോ, ഏത് മിനിമം ഈ ഒരു R1ന്റെ R2ന്റെ മിനിമം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തായിരിക്കണം, അറ്റ്ലീസ്റ്റ് ആറെങ്കിലായിരിക്കണം. ആറെങ്കിലായാൽ മാത്രമേ ഈ ഒരു സീരീസ് കൺവേർജന്റ് ആവും. ഈ ഒരു സീരീസ് ഇപ്പൊ പുറത്തേക്ക് പോയിട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് സീരീസും ഡൈവേർജന്റ് ആണ്. ഈ ഒരു സമ്മ് കൺവേർജന്റ് ആണെങ്കിൽ ഈ ഒരു പോയിന്റ് ഇങ്ങനെ അടുത്തടുത്ത് ഈ ഒരു ഇവിടെ വരണം. ഈ ഒരു അറ്റ്ലീസ്റ്റ് ഈ ഒരു എന്താ പറയാ ഏതിലേക്ക് വരണം, അറ്റ്ലീസ്റ്റ് ഈ ഒരു സർക്കിളിന്റെ ബൗണ്ടറിയിലേക്കാണ് വരണം. അതാണ് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആറെങ്കിലായിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മളെടുത്ത 6. ഏത് നമ്മുടെ മിനിമം, നേരത്തെ മിനിമം അല്ല എടുത്തത്, ഫസ്റ്റ് കേസ് മിനിമം എടുത്തു. മിനിമം R1, R2. ഇവിടെ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടിന്റെ മിനിമം നടന്ന ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, R1 R2 എന്തെങ്കിലും എഴുതിയാൽ മതി. അപ്പൊ ഇത് കൺവേർജന്റ് ആണെങ്കിൽ ഈ ഒരു പോയിന്റ് എപ്പോഴും എന്തായിരിക്കണം, ബൗണ്ടറിയിലോ അറ്റ്ലീസ്റ്റ് ബൗണ്ടറി പോയിരിക്കും. ഓക്കെ, പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് കേസിനെ കൂടിയിട്ട് ആ റേഡിയസ് കൺവേർജൻസ് ഏതാണ്, അറ്റ്ലീസ്റ്റ് മിനിമം ഏതാണ്. നമ്മൾ ഫസ്റ്റത്തെ കേസ് എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റത്തെ കേസ് കൺസിഡർ ചെയ്യേണ്ടു. നമുക്ക് ഇത് ശരിക്കും ഡൗട്ട്ഫുൾ ആണ്. കാരണം രണ്ട് സീരീസ് ഡൈവേർജന്റ് ആണെങ്കിൽ നമ്മൾ നമ്മൾ റിയലിൽ പഠിക്കുന്നത് ഇതിന്റെ പ്രൂഫ് ഒക്കെ വലുതാണ്. രണ്ട് സീരീസ് ഡൈവേർജന്റ് ആണെങ്കിൽ അത് ചിലപ്പോൾ കൺവേർജന്റ് ആവാം. ഡൈവേർജന്റ് ആണെങ്കിൽ രണ്ട് സീരീസ് ഡൈവേർജന്റ് ആണെങ്കിൽ അതിന്റെ സമ്മ് ചിലപ്പോൾ കൺവേർജന്റ് ആവാം. അതെപ്പോ അറ്റ്ലീസ്റ്റ് ഈ ആറെങ്കിലാണ്, അറ്റ്ലീസ്റ്റ് കൺവേർജന്റ് കുറഞ്ഞത് ഈ ആറെങ്കിലും ആയി കഴിഞ്ഞാൽ ആ ഒരു സീരീസ് എന്തായിരിക്കും, അതിന്റെ സമ്മ് കൺവേർജന്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ രണ്ട് സീരീസ് ഡൈവേർജന്റ് ആയതുകൊണ്ട് ഡൈവേർജന്റ് ആണെന്ന് എഴുതി വെക്കരുത്. അത് ചിലപ്പോൾ കൺവേർജന്റ് ആവാം. ഇപ്പൊ ആ റേഡിയസ് കൺവേർജൻസ് അറ്റ്ലീസ്റ്റ് 6 ആയിരിക്കണം. അപ്പം ഇത് രണ്ട് കേസിനും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് കൺവേർജൻസ് അറ്റ്ലീസ്റ്റ് മിനിമം ഓഫ് R1, R2 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഫസ്റ്റ് കേസ് മാത്രം നിങ്ങൾ കുറച്ച് നല്ല ഡീപ്പായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇത് എന്താ പറയാ, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഒരു R1 പുറത്ത് ഇൻസൈഡ് ഒരു പോയിന്റ് എടുക്കുമ്പോൾ അതിന്റെ സം കൺവേർജൻസ് ആണ്. പക്ഷെ നമ്മളിപ്പോ ഔട്ട്സൈഡ് ഒരു പോയിന്റ് എടുക്കുമ്പോൾ അത് രണ്ട് സീരീസും ഡൈവേർജൻസ് വരും. പക്ഷെ അതിന്റെ സമ്മ് കൺവേർജന്റ് ആവാം. ഇപ്പോ ആ റേഡിയസ് കൺവേർജൻസ് കുറഞ്ഞത് 6 വരുമോ? ഓക്കെ, കുറഞ്ഞത് 6 വരണം ആ റേഡിയസ് കൺവേർജൻസ്. കൂടുതൽ എത്ര കാണിക്കണം പോവാം. അപ്പം റേഡിയസ് കൺവേർജൻസ് ഗ്രേറ്റർ ദാൻ 6 ആയിരിക്കും അവിടെ. അപ്പം രണ്ടിന്റെയും കേസ് കൂട്ടി പറയുമ്പോൾ റേഡിയസ് കൺവേർജൻസ് ഗ്രേറ്റർ ദാൻ മിനിമം ഓഫ് R1, R2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്ത ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായിട്ട്
ആപ്ലിക്കേഷൻ ആണ് റെസിഡ്യൂസ് ആൻഡ് ഇസ് ആപ്ലിക്കേഷൻസ്. റെസിഡ്യൂസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഇതാണ് ചാപ്റ്റർ. ഇതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ആദ്യം റെസിഡ്യൂസ് പഠിക്കുക. റെസിഡ്യൂസിൽ തന്നെ നമ്മൾ ആദ്യം റെസിഡ്യൂസിൽ പഠിക്കുന്നത് ആദ്യം സിംഗുലാരിറ്റീസിനെ കുറിച്ചാണ്. സിംഗുലാരിറ്റീസിനെ കുറിച്ച് പഠിക്കും. അതിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെസിഡ്യൂ പഠിക്കും. ആദ്യം സിംഗുലാരിറ്റി പിന്നെ റെസിഡ്യൂ. ഇതിൽ രണ്ടും എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റെസിഡ്യൂന്നും സിംഗുലാരിറ്റീസിനും ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകാറുണ്ട്. ഓക്കെ, ഇതിലും കോംപ്ലക്സ് ഇന്റഗ്രേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടുമൂന്ന് തിയറങ്ങൾ പ്രൂവ് ചെയ്യാനല്ല, രണ്ടുമൂന്ന് തിയറങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ. തിയറങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്ടെങ്കിൽ നമുക്ക് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആവശ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കോംപ്ലക്സ് ഇന്റഗ്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അങ്ങോട്ട് യൂസ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് സിംഗുലാരിറ്റീസ് നോക്കാം. സിംഗുലാരിറ്റീസ് പഠിക്കുന്നതിനകത്ത് മുമ്പ് നമുക്ക് എന്ത് പഠിക്കണം? സീറോസ് എന്നാണ് നോക്കാം. സീറോസ് സിംഗുലാരിറ്റീസും എന്താ പറയുക സെയിം സാധനങ്ങളാണ്, വ്യത്യാസമില്ല. ചെറിയൊരു സീറോസ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ആദ്യം സീറോസ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. അനലിറ്റിക് ഫംഗ്ഷൻ സീറോസ്. ആദ്യം സീറോസ് പഠിച്ചിട്ട് സിംഗുലാരിറ്റീസും പഠിച്ചിട്ട് ഒരു തിയറം കൂടി പഠിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സിംഗുലാരിറ്റീസ് 3 ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് 3 പഠിച്ചിട്ട് നമുക്ക് ഒരു തിയറം കൂടി പഠിച്ചതിന് ശേഷം നമുക്ക് അതിനെ പ്രോബ്ലം ചെയ്യാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം സീറോസ് എന്നാണ് നോക്കുന്നത്. അപ്പം സീറോ എന്ന് പറഞ്ഞാൽ if f is analytic in D, if f is analytic in D, then f has a zero of order k, then f has a of order k. Zero of order k at z is equal to p എന്ന് പറഞ്ഞ പോയിന്റ്. at z is equal to p എന്ന് പറഞ്ഞ പോയിന്റ് അതിനൊരു സീറോ ഉണ്ടെന്ന് പറയണ്ടെങ്കിൽ, ഓർഡർ കെ ഉള്ള ഒരു സീറോ ഉണ്ടെന്ന് പറയണ്ടെങ്കിൽ എഫ് പി ഒരു ഫംഗ്ഷൻ അത് എഫ് പി സീറോ ആയിരിക്കണം. എഫ് ഡാഷ് പി എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. എഫ് കെ മൈനസ് വൺ ഓഫ് പി. കെ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ അതിന്റെ എഫ് പവർ ആണ്. കെ മൈനസ് വൺ ഡാഷ് ആണ്. മൈനസ് ഡാഷ് ഓഫ് പി ഇസ് ഈക്വൽ ടു സീറോ ആയിരിക്കണം. പക്ഷേ എഫ് കെ ഓഫ് പി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം. അങ്ങനെയുള്ളതിന് നമ്മൾ എന്താ പറയാ? അതിന്റെ സീറോ ഓഫ് ഓർഡർ കെ എന്ന് പറയാം. എന്നുവെച്ചാൽ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു നമുക്കൊരു ടേം എന്ത് ചെയ്യും? ഒരു സൈൻ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ സൈൻ സെറ്റ് ഇസ് ഈക്വൽ ടു സീറോ. എന്നുവെച്ചാൽ സൈൻ ഇപ്പൊ ഒരു പോയിന്റ് സെറ്റ് ഇസ് ഈക്വൽ ടു സീറോയില് എന്താണ്? സെറ്റ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ നമുക്ക് വേണ്ടത് സെറ്റ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. സെറ്റ് എഫ് ഓഫ് സീറോ സൈൻ സീറോ ആണ്. ഇനി അടുത്തത് എഫ് ഡാഷ് ഓഫ് സീറോ. ഫസ്റ്റ് എഫ് ഡാഷ് ഓഫ് സീറോ ഈക്വൽ ടു കോസ് സീറോ 1 ആണ്. നോട്ട് ഈക്വൽ ടു സീറോ ആണ്. അപ്പം എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സൈൻ സെറ്റ് ആസ് സീറോ ഓർഡർ 1 അറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു സീറോ. സെറ്റ് ഇസ് ഈക്വൽ ടു സീറോയില് സീറോ ഓർഡർ 1 ആണ്. ഒന്നുമില്ല, ആ ഒരു എക്സാമ്പിൾ ആലോചിച്ചത്. സൈൻ സെറ്റ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ സെറ്റ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുക. അപ്പൊ എഫ് ഓഫ് പി ആ ഒരു പോയിന്റ് കൊടുക്കുക, അത് സീറോ കിട്ടും. ആ എഫ് ഡാഷ് ഓഫ് പി എന്ന് പറയുന്നത് നമുക്ക് നോൺ സീറോ കിട്ടി. അഥവാ എഫ് ഡാഷ് ഓഫ് പിയും സീറോ കിട്ടി. അത് എഫ് ഡബിൾ ഡാഷ് ഓഫ് പി ഈക്വൽ ടു നോൺ സീറോ ആണെങ്കിൽ നമുക്ക് അതിന് 2 ഓർഡറിലുള്ള സീറോ ഉണ്ടെന്ന് പറയാം. അറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു പി. ഇത്രയാണ് നമ്മൾ സീറോസിനെ കുറിച്ച് പഠിക്കുന്നത്. സീറോസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് സിംഗുലാരിറ്റീസ് ആണ്. സിംഗുലാരിറ്റീസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സീറോസിൽ? അവർ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. ഈ ഒരു ഡെഫിനിഷൻ ആയിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് ഈ എക്സാമ്പിൾ സയൻസ് എന്ന എക്സാമ്പിളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാമ്പിൾ ആലോചിച്ച് മൈൻഡിൽ വെച്ചാൽ മതി. ഓക്കെ, ഒരുപാട് എക്സാമ്പിൾസ് ടെസ്റ്റിലുണ്ട്. ഞങ്ങൾക്ക് എല്ലാം എടുക്കാന്ന് വെച്ചാൽ കുറെ എക്സാമ്പിൾസ് നമ്മൾ ക്വസ്റ്റനിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തത് സിംഗുലാരിറ്റീസ്. ഓക്കെ, സിംഗുലാരിറ്റീസ്.
A point Z is equal to 0 is said to be singularities of a complex function. Singular point in a singular point. Singularity is a singular point. Okay. Z is equal to Z naught is a singular point. Singular experience. Yeah. Z is equal to Z naught is a singular point. If F is not analytical, Z is equal to 0. If F is not analytic at Z is equal to 0. എന്നുവെച്ചാൽ Z is equal to 0 എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ പോയിന്റ് അല്ലെങ്കിൽ സിംഗുലാരിറ്റി പാരാമീറ്റർ എഫ് ഇസ് ഇപ്പൊ ആ ഒരു പോയിന്റ് അനലിറ്റിക് ആവാൻ പാടില്ല. ഇപ്പൊ ഒരു പോയിന്റ് അനലിറ്റിക് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് നമ്മൾ എന്താ പറയുക സിംഗുലർ പോയിന്റ് എന്ന് പറയും. ഇതാണ് സിമ്പിൾ ഡെഫിനിഷൻ ആണ് സിംഗുലർ പോയിന്റ്. ഓക്കെ. പക്ഷെ ഇതിന്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എപ്പാണ് ബട്ട് at the every neighborhood of set not contains a point where F is analytic. F is analytic. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫിഗർ വരച്ചിട്ട് പറയുകയാണെങ്കിൽ സെറ്റ് നോട്ട് എന്ന പോയിന്റിൽ സെറ്റ് നോട്ട് എന്ന സിംഗുലർ പോയിന്റ് ആണ് പറയുകയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ അത് അനലിറ്റിക് ആവാൻ പാടില്ല. ആ ഒരു പോയിന്റിൽ അത് ഒരിക്കലും അനലിറ്റിക് ആവാൻ പാടില്ല. പക്ഷെ അതിന്റെ ഒരു നൈബർഹുഡ് ട്രാൻസ്ഫർ ചെയ്തു. ആ ഒരു നൈബർഹുഡിൽ അത് അനലിറ്റിക് എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആകുന്ന ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ് അനലിറ്റിക്കല, വേറെ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം. ആ ഒരു സെറ്റ് നോട്ടിന്റെ എല്ലാ നൈബർഹുഡിലും ആ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആകുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം. അതും കൂടി വന്നാൽ മാത്രമേ ആ ഒരു പോയിന്റ് നമ്മൾ എന്താ പറയുമോ സിംഗുലർ പോയിന്റ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ സിംഗുലർ പോയിന്റ് ഡെഫിനിഷൻ? സിംഗുലാരിറ്റിന്റെ ഡെഫിനിഷൻ ഡൗട്ട് ഉണ്ട് എന്തെങ്കിലും? സിംഗുലാരിറ്റി ഇത് ബേസിക് ഡെഫിനിഷൻ ആണ്. ഇത് മനസ്സിലായാൽ മാത്രമേ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമുള്ളൂ. കാരണം ഇനി എല്ലാം വരുന്നത് കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളാണ്. കോംപ്ലിക്കേറ്റഡ് പറയുമ്പോൾ ആ ഒരു ഈ ഒരു ഡെഫിനിഷൻ മനസ്സിലായാൽ മാത്രമേ അതൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് സിംഗുലാരിറ്റീസ്. ഞാൻ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഫ്ലോ ചാർട്ട് വരച്ചിടാം. ആ ഫ്ലോ ചാർട്ട് വെച്ച് പഠിച്ചാൽ മതി. സിംഗുലാരിറ്റീസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്, രണ്ടാമത് നോൺ ഐസൊലേറ്റഡ്. ഈ ഒരു ഫ്ലോ ചാർട്ട് എന്നാലും പറ്റും. ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഡെഫിനിഷൻസ് ഓരോന്നും ഹെഡിങ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഒന്ന് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്, രണ്ട് നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്. അതിൽ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്നാമത്തത് റിമൂവബിൾ സിംഗുലാർ പോയിന്റ്, രണ്ടാമത്തത് പോള്, മൂന്നാമത്തത് എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പാർട്ടീഷൻ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇതിന്റെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റും പാർട്ടീഷൻ പഠിക്കും. നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനില്ല. അപ്പൊ നമുക്ക് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ഈ ഒരു പ്രോസസ് പഠിച്ചേക്കാം. സിംഗുലാരിറ്റീസ് അതാണ് മെയിൻ. സിംഗുലാരിറ്റീസ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഐസൊലേറ്റഡും നോൺ ഐസൊലേറ്റഡും. ഐസൊലേറ്റഡ് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, റിമൂവബിളും പോളും എസെൻഷ്യൽ സിംഗുലാർ പോയിന്റും. ഓക്കെ, എസെൻഷ്യൽ ESSI എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ് നോക്കാം. എന്താണ് ഐസൊലേറ്റഡ്, എന്താണ് റിമൂവബിൾ, എന്താണ് പോൾ, എന്താണ് എസെൻഷ്യൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഐസൊലേറ്റഡ് എന്താന്ന് നോക്കാം.
isolated singular point. A point is equal to a point is equal to set not is said to be isolated singular point. എന്ന് പറയാണ്ടിരിക്കില്ലേ set is equal to set not isolated singular point of a complex function f എന്ന് പറയാണ്ടിരിക്കില്ലേ isolated singular point എന്ന് പറയാണ്ടിരിക്കില്ലേ if f is not if f is not analytic at z is equal to 0 at z is equal to 0 and there is a real number ആ ഒരു പോയിന്റിൽ എന്തായിരിക്കും പറയുന്നത് അനലിറ്റിക് ആവാൻ പാടില്ല പക്ഷെ അവിടെ ഒരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും and there is a real number r greater than 0 so that r greater than 0 so that f is analytic everywhere in the f is analytic everywhere in the deleted neighborhood neighborhood 0 less than mod set minus a less than r set minus set not allowed set minus set not less than r ഇത്രേ ഉള്ളൂ ആ ഒരു നമ്മൾ പറഞ്ഞു സിംഗുലാരിറ്റി എന്ന് പറയുന്നത് തന്നെ ആ ഒരു പോയിന്റ് എന്താണ് അനലിറ്റിക് ആയിരിക്കില്ല അപ്പം set is equal to set not is an isolated singular point എന്ന് പറയണമെങ്കിൽ if f is not analytic at set not അത് ഞാൻ തുറക്കാം and there is a real number അവിടെ ഒരു r എന്നുള്ള റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും അത് വെച്ചുണ്ടാക്കുന്ന ഡിസ്ക് എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് ഡിലീറ്റ് ചെയ്തിട്ട് ആ ഒരു പോയിന്റ് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസ്ക് ഉണ്ടാക്കും ആ ഒരു പോയിന്റ് ഡിലീറ്റ് ചെയ്ത് ഡിസ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഡിസ്കില് ആ അനാലിറ്റിക് ആ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക്കൽ ഡിലീറ്റഡ് നൈബർഹുഡ് ഓഫ് ദാറ്റ് പോയിന്റ് സെറ്റ് നോട്ട് ആ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും അനാലിറ്റിക്കൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കും എക്സാമ്പിൾ വെച്ചോളൂ 1/z ഓക്കെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് സിംഗുലാരിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് താഴെ ഇൻഫിനിറ്റി വന്നാൽ മാത്രമേ താഴെ 0 വന്നാൽ മാത്രമേ നമുക്കത് എന്താണെന്ന് അറിയൂ സിംഗുലാർ പോയിന്റ് എന്ന് പറയും അപ്പം 1/z അനാലിറ്റിക് അല്ലാതെ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ അടിയിലത്തെ ഫംഗ്ഷൻ ഇക്വൽ ടു 0 ഇടാം അടിയിലത്തെ ഫംഗ്ഷൻ എപ്പം ഇവിടെ സെറ്റ് ആയതുകൊണ്ടെങ്കിൽ സെറ്റ് ഇക്വൽ ടു 0 ഇടാം സെറ്റ് ഇക്വൽ ടു 0 അപ്പൊ സെറ്റ് ഇക്വൽ ടു 0 സിംഗുലാർ പോയിന്റ് ആണ് എന്തിന്റെ 1/z സിംഗുലാർ പോയിന്റ് ആണ് സെറ്റ് ഇക്വൽ ടു 0 ഓക്കെ ഇതൊരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ് ഇതൊരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ വേറൊരു പോയിന്റ് തരാം ഫോർ സെറ്റ് ഇസ് ഇക്വൽ ടു 1/sin z ഇതിന്റെ സിംഗുലാർ പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും ഇങ്ങനെ കണ്ടുപിടിച്ചാ 1/sin z സിംഗുലാർ പോയിന്റ്സ് വേഗം കണ്ടുപിടിക്കണേ 1/sin z sin z 0 ആവുന്ന പോയിന്റ്സ് ഞാൻ പറഞ്ഞു 1 ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാതെ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആ അടിയിലുള്ള ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താ ഈക്വൽ ടു 0 എന്നിടാ ആ സെറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക അപ്പൊ sin z ഈക്വൽ ടു 0 എന്നിട്ട് സെറ്റിന്റെ വാല്യൂ എവിടെയാ 0 ആണെന്ന് കണ്ടുപിടിക്കാം അത് കണ്ടുപിടിച്ചാ സെറ്റിന്റെ വാല്യൂ എവിടെയാ 0 ആവുക കണ്ടുപിടിച്ചോ sin z ഈക്വൽ ടു 0 സെറ്റിന്റെ വാല്യൂ എവിടെയൊക്കെയാ 0 ആവുക അതറിയില്ലേ ഹലോ z equal to n pi പിന്നെ 0 sin 0 ഇതിനാണ് ഇതിന്റെ സിംഗുലാർ പോയിന്റ്സ് ഓക്കെ ഇങ്ങനെയാണ് കണ്ടുപിടിക്കാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് സെറ്റ് ഇസ് ഈക്വൽ ടു 0 എന്താണ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ് നിങ്ങൾക്ക് വേറൊരു ഫംഗ്ഷൻ കാണിച്ചില്ല f of z is equal to log z എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ log z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അവിടെ z is equal to 0 ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആവും z is equal to 0 ഞാൻ ഇത് മാറ്റാം
ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ഓഫ് സമയത്ത് അത് ഫിഗർ ചെയ്യണം. ആദ്യം പറഞ്ഞു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ് ഡെഫിനിഷൻ പറഞ്ഞു. ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് അല്ലാതെ ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എങ്ങനെയാണ് എഴുതിയത്? എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 1/z where z is equal to 0 is true or false ആണ്. അത് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നുള്ളൂ. true or false ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു 1/z z is equal to 0 is a isolated singular point. അപ്പൊ അതിലൊന്നുമില്ല. നമ്മൾ എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു 1/z എഴുതാം, z is equal to 0 എഴുതാം. z is equal to 0 എന്ന് പറഞ്ഞ പോയിന്റിന്റെ നൈബർഹുഡിൽ എന്ത് വേറൊരു സിംഗുലാരിറ്റി വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ z is equal to 0 എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, സിംഗുലാർ പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ നൈബർഹുഡ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് വേറൊരു സിംഗുലാർ പോയിന്റ് വരില്ല. അതുകൊണ്ട് അത് എന്താണ്? z is equal to 0 ഒരു ഐസൊലേറ്റഡ് നൈബർഹുഡ് ആണ്. ഇനി ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ്. ഇനി അടുത്ത ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് z is equal to log z is equal to 0 is a isolated singular point. ഇത് നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2000 എത്ര വർഷം എനിക്ക് ഓർമ്മയില്ല. ഞാൻ അത് ക്വസ്റ്റ്യൻ പേപ്പർ അയക്കുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരാം, നോക്കി പറഞ്ഞാൽ മതി. log z is equal to 0 is a isolated singular point. നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ നമുക്കൊരു സിംഗുലാർ പോയിന്റ് കിട്ടി. ആ ഒരു സിംഗുലാർ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്താം. ഇതായത് നൈബർഹുഡ് അത് കൺസിഡർ ചെയ്യാണ്. അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു നൈബർഹുഡ് കൺസിഡർ ചെയ്യാം. ആ ഒരു നൈബർഹുഡിൽ വേറെ ഇതിന്റെ ഒരു സിംഗുലാർ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ എന്ത് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് പറയും. അപ്പൊ ലോഗ് സെറ്റിന് നമ്മൾ നോക്കാം. ലോഗ് സെറ്റ് z is equal to 0. z is equal to 0. ലോഗ് സെറ്റ് ഗ്രാഫ് ആണിത്. ലോഗ് സെറ്റ് എവിടെ മുതൽ എവിടെ വരെ ഡിഫൈൻഡ്? നമ്മൾ ഒരിക്കലും ഈ ഒരു ആക്സിസ് എന്ത് ബാക്കി ഈ ഒരു ആക്സിസിൽ എന്ത് ഇത് ഡിഫൈൻഡ് അല്ല. നമ്മൾ പഠിച്ചു ലോഗ് സെറ്റിന്റെ പ്രോപ്പർട്ടി എടുത്തൊക്കെ പറയാം. അതിന്റെ ബ്രാഞ്ച് കട്ട് എന്ന് പറയുന്നത് ഈ ആക്സിസ് ആണ്. എന്ത് നെഗറ്റീവ് റിയൽ ആക്സിസും ആ ഒരു 0 എന്ന് പറഞ്ഞ പോയിന്റും, നെഗറ്റീവ് റിയൽ ആക്സിസും ആ ഒരു 0 എന്ന് പറഞ്ഞ പോയിന്റും ഈ ഒരു ഫംഗ്ഷൻ എന്തല്ല ഡിഫൈൻഡ് അല്ല. അപ്പൊ അത് എന്താ അവിടെ ഒരു സിംഗുലാർ പോയിന്റ്, അതൊരു എന്താണ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ്. ഓക്കെ, z is equal to 0 ലോഗ് സെറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ ഐസൊലേറ്റഡ് നോട്ട് ആസ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം അത് z is equal to 0 എന്ന് പറയുന്നത് എന്താണ്? z is equal to 0 അതിന്റെ ബ്രാഞ്ച് കട്ടിന്റെ കഴിഞ്ഞാണ്. അപ്പം ആ ഒരു z is equal to 0 ഡിഫൈൻഡ് അല്ല അവിടെ. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ് എന്തല്ല ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് അല്ല. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്തു തരും. ഏത് എഫ് ഓഫ് സെറ്റ് ഇസിക്കൽ 1/z z is equal to 0 is an isolated singular point. രണ്ടാമത്തെ എഫ് ഓഫ് സെറ്റ് ഇസിക്കൽ ലോഗ് സെറ്റ് z is equal to 0 is a isolated singular point. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലോഗ് സെറ്റിന്റെ ക്വസ്റ്റ്യൻ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ഫിഗർ വരക്കാം. z is equal to 0 എന്ന് പറഞ്ഞത് ആ ഒരു നമ്മൾ ലോഗ് സെറ്റിന്റെ ഭാഗം എടുത്തൊക്കെ മതി. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് z is equal to 0ലും ആ ഒരു നെഗറ്റീവ് റിയൽ ആക്സിസിലും ഇത് ഡിഫൈൻഡ് അല്ലാന്ന് ലോഗ് സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആ ഒരു ടൈപ്പിലേക്ക് പോവാം. എന്ത് സിംഗുലാർ പോയിന്റ്സിന്റെ ടൈപ്പ്. ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സിന്റെ 3 ടൈപ്പ് പറഞ്ഞില്ലേ? റിമൂവബിള്, ഹോള്, പിന്നെ എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളാം. റിമൂവബിൾ, സിംഗുലാർ പോയിന്റ്. ഞാൻ നിങ്ങൾക്ക് 2 മെത്തേഡ്സ് പറഞ്ഞു. എന്ത് നിങ്ങൾ സിംഗുലാരിറ്റീസ് എന്ത് റിമൂവബിൾ ആണോ ഹോൾ ആണോ എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങൾക്ക് 2 മെത്തേഡ് പഠിച്ചു. അതിൽ നിങ്ങൾക്ക് ഈസി ഏതാണെന്ന് തോന്നുന്നത് ആ ഒരു ഈസിയുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്താ പറയാ സിംഗുലാരിറ്റീസ് കണ്ടുപിടിച്ചാൽ മതി. ആദ്യം നമുക്ക് റിമൂവബിൾ സിംഗുലാർ പോയിന്റ് എന്താ നോക്കാം. അതിന്റെ ഡെഫിനിഷൻ തുടങ്ങുന്നത് ഇപ്പം അഥവാ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എല്ലാ സിംഗുലാരിറ്റിന്റെയും ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിന്റെ ഒക്കെ ഡെഫിനിഷൻ തുടങ്ങിയത് z is equal to z naught is a
ഐസൊലേറ്റഡ് ഇവിടെ തുടങ്ങുന്നത് സെറ്റിസിക്കൽ സെറ്റ് നോട്ട് ഇസ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് അല്ല. സെറ്റിസിക്കൽ സെറ്റ് നോട്ട് ഇസ് isolated singular point is said to be a removable singular point is said to be removable singular point if your equation limit set tends to set not set minus set not f of z എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിംഗുലാർ പോയിന്റ് എന്ത് പറയും നമ്മള്? റിമൂവബിൾ സിംഗുലാർ പോയിന്റ് പറയും. ഈ ഒരു ഇക്വേഷൻ ക്ലാസ്സിൽ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് ഇക്വൽ ടു 0. ഇത് മാറിപ്പോകും കേട്ടോ. ഈ ഒരു ഇക്വേഷൻ പഠിച്ചേക്കണം, കറക്റ്റ് പഠിച്ചേക്കണം. ആ ഒരു പ്രോസസ് ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് ഇക്വൽ ടു 0. കാരണം അടുത്തത് ഇതേപോലത്തെ ഒരു ഇക്വേഷൻ ആണ്. ചെറിയൊരു സംഖ്യനെ വ്യത്യാസമില്ല, വേറൊന്നും വ്യത്യാസമില്ല, ഇതേ ഇക്വേഷൻ ആണ്. അപ്പൊ അത് രണ്ടും അങ്ങോട്ട് ഇവിടെ മാറിപ്പോകുന്നത് തന്നെ ഈ ഒരു ഇക്വേഷനും ഈ ഒരു കൺസെപ്റ്റും കറക്റ്റ് പഠിച്ചിരിക്കും. ഒന്നുമില്ല, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് 3 ആയിട്ട് തരംതിരിക്കുന്നു. അതിൽ ആദ്യത്തെ ടൈപ്പാണ് റിമൂവബിൾ സിംഗുലാർ പോയിന്റ്. അതിൽ സെറ്റ് നോട്ട് ഇസ് സെറ്റ് ടു ബി റിമൂവബിൾ സിംഗുലാർ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 0 എന്ന് കിട്ടണം. ഇത് റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പേര് തന്നെ ഉണ്ട്. ഇത് ഈ ഒരു സിംഗുലാർ പോയിന്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ ഡിഫൈൻ ചെയ്തിട്ട്? ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ട് നമ്മൾ റീഡിഫൈൻ ചെയ്യാം. അപ്പൊ ആ ഒരു പോയിന്റ് ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അനാലിസിറ്റി നോൺ അനാലിസിറ്റി മാറി കിട്ടും. അപ്പം ഇങ്ങനെ നമുക്ക് ആ ഒരു സിംഗുലാർ പോയിന്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സിംഗുലാർ പോയിന്റ് എന്താ പറയാ? റിമൂവബിൾ സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇക്വേഷൻ പഠിച്ചേക്കുക. ഈ ഒരു സിംഗുലാർ പോയിന്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കൂടി പഠിച്ചേക്കാം. സിംഗുലാർ പോയിന്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ റിമൂവബിൾ സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് കൺസെപ്റ്റ് ഇത് മൂന്നും കറക്റ്റ് പഠിച്ചിരിക്കണം. ഇത് ഈ ഒരു 3 മെത്തേഡ്സ്, ഇത് റിമൂവബിൾ സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ്, കോഡ് കണ്ടുപിടിക്കേണ്ട 2 മെത്തേഡ്, അതേപോലെ തന്നെ SH സിംഗുലാരിറ്റി കണ്ടുപിടിക്കേണ്ട 2 മെത്തേഡ്സ്. ഇത് ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തത് പോൾ. പോൾ അത് ഡെഫിനിഷൻ സെയിം ആണ്. ഈ സെറ്റ് ഈക്വൽ ടു സെറ്റ് നോട്ട് ഈസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ഈസ് സെറ്റ് ടു ബി എ പോൾ. പോൾ എന്ന് പറയാണ്ടിരിക്കാൻ ഈ എന്തായിരിക്കണം? ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് ഈഫ് ആണ്. പോൾ എന്ന് പറയാണ്ടിരിക്കൽ ഈ സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് എന്തായിരിക്കണം? ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കണം. വെച്ചാൽ സെറ്റ് ഈക്വൽ ടു സെറ്റ് നോട്ട് എന്ന് പറഞ്ഞ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിനെ പോൾ എന്ന് പറയാണ്ടിരിക്കൽ ആ സെറ്റ് നോട്ട് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇൻഫിനിറ്റി ആയിരിക്കണം. ആൻഡ് വേറെ കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഓൾ റൈസ് ടു കെ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഒരു നമ്പർ എ എന്ന് പറഞ്ഞ നമ്പർ, അതൊരിക്കലും 0 ആവാൻ പാടില്ല, നോട്ട് ഈക്വൽ ടു 0. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സെറ്റ് നോട്ട് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ട് ഈസ് സെറ്റ് ടു ബി പോൾ ഓഫ് ഓർഡർ കെ എന്ന് പറയും. ഒരു നോൺ സീറോ ഫൈനൈറ്റ് നമ്പർ. ഇത് ഒരു നോൺ സീറോ ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. ഇൻഫൈനൈറ്റ് നമ്പർ കിട്ടാൻ പാടില്ല, നോൺ സീറോ ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് പോൾ ഓഫ് ഓർഡർ കെ എന്ന് പറയും. ഈ കെ ഈക്വൽ ടു 1 ആണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? സിമ്പിൾ പോൾ എന്ന് പറയും. കെ ഈക്വൽ 1 എന്താ പറയും? സിമ്പിൾ പോൾ. ഓക്കെ, അപ്പൊ ഇതാണ് പോൾ. പോൾ ഓക്കെ ആണോ? അപ്പൊ സിമ്പിൾ പോൾ ഉണ്ട്, പോൾ ഓഫ് ഓർഡർ കെ ഉണ്ട്, പോൾ ഓഫ് ഓർഡർ കെ ഉണ്ട്, രണ്ടെണ്ണം.
ഹലോ ഓക്കെയാണ് സാർ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇത് മൂന്നാമത്തതും ലാസ്റ്റത്തുമായിട്ടുള്ള ഇത് എന്ത് എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. ഇതാണ് എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. ഇത്രയേ ഉള്ളൂ സാധാരണ ഡെഫിനിഷൻ. A isolated singular point set is equal to set not is said to be essential singular point if it is not if it is neither pole or nor in the removable singular point. ഒരു സിംഗുലാർ പോയിന്റ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ട് ഇന്ന എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ഒരിക്കലും എന്താ പോളോ റിമൂവൽ സിംഗുലാർ പോയിന്റോ ആദ്യ സിംഗുലാരിറ്റീസിനെ മാത്രമേ നമ്മൾ എന്ത് പറയും, ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസിനെ മാത്രമേ എന്ത് പറയും, എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് ഇത് മൂന്നുമാണ് സാധാരണ ഈ മൂന്ന് സിംഗുലാർ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെ? റിമൂവബിള്, പോള്, എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. ഇനി ഒരു തിയറാണ്. ഈ ഒരു തിയറം പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കുന്നത് തിയറം സിമ്പിൾ ആണ്. ഇഫ് എഫ് ഇസ് എ നോൺ സീറോ, ഇഫ് എഫ് നോട്ട് ഈക്വൽ ടു സീറോ ഈസ് അനലറ്റിക് ഇൻ എ ഡൊമൈൻ ഡി. ഒരു നോൺ സീറോ ഫംഗ്ഷൻ ആണ്, അത് അനലിറ്റിക് ആണ് ഡിയിൽ. ഇതിന്റെ സീറോ സെറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സീറോസ് ഇല്ലേ, ആ ഇപ്പൊ ഒരു 1/sin സെറ്റിന്റെ സീറോസ് ഏതൊക്കെയാണത്? ഒരു sin സെറ്റിന്റെ സീറോസ് നമ്മളിപ്പോ sin സെറ്റിന്റെ സീറോസ് ആരംഭിക്കുന്നതാണെങ്കിൽ ഏതൊക്കെ പോയിന്റ് സീറോയിലാവും? n പൈസിലൊക്കെ ആവും. ഇതൊക്കെയാണ് sin സെറ്റിന്റെ സീറോസ്. ഓക്കെ, അപ്പൊ sin സെറ്റിന്റെ സീറോസ് ആരംഭിക്കുന്നു sin 0 n പൈയിലൊക്കെ. അപ്പം then zero set just zeros in a set. Then the zero set is set f of f is isolated in the അതിന്റെ ബിയില് ഐസൊലേറ്റഡ് ആയിരുന്നു. ഇത്രയുള്ളൂ. എഫ് എന്ന് പറഞ്ഞ നോൺ സീറോ അനലിറ്റിക് ഫംഗ്ഷൻ എടുത്തു. Then the zero set is set f of f is isolated in D. ഇത് ചോദിച്ചിട്ടുള്ളത് ഇത് കഴിഞ്ഞ എക്സാമിന് ഏത് 2023 ഡിസംബറിലെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്, നേരെ കഴിഞ്ഞ എക്സാമിന്. അതുകൊണ്ട് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാലോ. ഈ എഫ് നോൺ സീറോ അനലിറ്റിക് ഫംഗ്ഷൻ എടുത്തു ഒരു ഡൊമൈനിൽ. ദെൻ സീറോ സെറ്റ്, ആ സീറോ സെറ്റ് എന്ന് പറയുന്നത് ഈ സെറ്റ് ഈസ് ഐസൊലേറ്റഡ് ഇൻ ഡി ആയിരിക്കും. അത് പ്രൂവ് ചെയ്യണം. Okay, show that one question. Okay, എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇതിന്റെ പ്രൂഫ് സിമ്പിൾ ആണ്. ആദ്യം സെറ്റ് അപ്പ് സീറോ സെറ്റ് എന്ന് പറഞ്ഞാൽ 0 1 2 അങ്ങനെ സീറോസിന്റെ സെറ്റ് ആണ്. അതെന്താണ് എന്തായിരിക്കും? ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് ഡി ആയിരിക്കും. Is a അത് ക്ലോസ്ഡ് സബ്സെറ്റ് ആയിരിക്കും. എന്തിന്റെ? ഡിയിലെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ആയിരിക്കും. എന്ത്? സെറ്റപ്പ് എന്നുവെച്ചാൽ സീറോസ് സെറ്റപ്പ്. ആദ്യം എന്ത് ചെയ്താ? സെറ്റപ്പ് ഇസ് ഈക്വൽ ടു സീറോ സെറ്റ് ഓഫ് ഇങ്ങനെ എഴുതി സെറ്റ് ഓഫ് ഓൾ സീറോസ് ഓഫ് എഫ്. അപ്പൊ നമ്മള് ഒരു ഡൊമൈൻ എടുത്തു. ഇത് ഡി എന്ന് പറഞ്ഞ ഡൊമൈൻ. ആ ഒരു ഇതിന്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ത്? അതിന്റെ സീറോസ് എപ്പോഴും എന്താണ്? ക്ലോസ്ഡ് സബ്സെറ്റ് ആയിരിക്കും. എന്തിന്റെ? ഡിയിലെ ആ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ആയിരിക്കും. ഇത്ര എഴുതിയേക്കാം. ഇനി അടുത്തത് നമ്മളെടുക്കും ഡി ഈസ് എ സീറോ ഓഫ് എഫ് എന്ന് എടുക്കും.
പി എഫിന്റെ സീറോ ആയിട്ട് എടുക്കും. അപ്പൊ നമ്മൾ സാധാരണ നിങ്ങൾ ഡിഫറൻഷ്യൽ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എഫ് ഓഫ് സെറ്റിന് എങ്ങനെ എഴുതാം? സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റൈസ് ടു കെ ഇൻറ്റു ഒരു വേറൊരു ഫംഗ്ഷൻ ഫൈ ഓഫ് പി അല്ലേ സീറോ, പി സീറോ ആയതുകൊണ്ട് സെറ്റ് മൈനസ് പി ഹോൾ റൈസ് ടു കെ ഇൻറ്റു ഫൈ ഓഫ് കെ എന്ന് എടുക്കാം. എന്ത് എഫ് ഓഫ് സെറ്റിന് അത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അത് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഒന്നുമില്ല. എഫ് ഓഫ് സെറ്റിന് പി സീറോ ആണെങ്കിൽ നമ്മളിപ്പം ഇതിൽ പി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുൾ ആയിട്ട് സീറോ ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഇങ്ങനെ ഒരു ഫോമിൽ എടുക്കുക. എന്തിനാ? എഫ് ഓഫ് സെറ്റിന് സെറ്റ് മൈനസ് പി ഹോൾ റൈസ് ടു കെ ഇൻറ്റു ഫൈ ഓഫ് കെ എടുക്കും. ഓക്കെ, സം കെ സം കെ. ഇനി അടുത്തത് ഫൈ ഓഫ് പി എന്ന് പറയുന്നത് ഇവിടെ ഫൈ ഓഫ് പി എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഫൈ ഓഫ് പി ഒരിക്കലും സീറോ ആവില്ല. ഈ ഒരു പോയിന്റ് ഫൈ ഓഫ് പി നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. സോറി, ഇവിടെ ഫൈ ഓഫ് സെറ്റ് ആണ്. ഫൈ ഓഫ് സെറ്റ് ഫൈ ഓഫ് സെറ്റ് ഒരു ഫംഗ്ഷൻ സെറ്റിലെ ഫംഗ്ഷൻ. അപ്പൊ ഫൈ ഓഫ് പി ഒരിക്കലും ഇവിടെ സീറോ ആവില്ല. ഫൈ ഓഫ് പി നോട്ട് ഈക്വൽ ടു സീറോ by continuity of the അതായത് ഫൈ ഓഫ് പി നേരെ ഫൈ ഓഫ് സെറ്റ് ആയിട്ട് ഞാൻ മാറ്റി ചെയ്താണ്. കർഷന്റെ ഞാൻ നോട്ട് ഇട്ട് തരാം, അന്നേരം നോക്കി ചെയ്താൽ മതി നിങ്ങൾ. ബൈ ദി കണ്ടിന്യൂറ്റി ഓഫ് ഫൈ, കണ്ടിന്യൂറ്റി പറയുകയാണെങ്കിൽ there exists a neighborhood u of p. There exists a continuity, find a continuity വെച്ചിട്ട് there exists a neighborhood u of p such that phi of p does not vanish. So phi of p does not vanish and phi of p ഒരിക്കലും സീറോ ആവില്ല. does not vanish, phi of p does not vanish and the only zero and the only zero set minus p all raised to k is p മാത്രമായിരിക്കും. ഇത്രയാണ് പ്രൂഫിന്റെ തുടക്കം. ഞാൻ പറയുന്നത് എന്നുവെച്ചാൽ നമ്മൾ ആദ്യം എന്തെടുക്കുക? സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സീറോസ് ഓഫ് എഫ് ആണ്. സെറ്റ് ഓഫ് ഓൾ സീറോസ് ഓഫ് എഫ് എന്താണ്? ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എഫ് ഡി ആയിരിക്കും. ഡിയുടെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ആയിരിക്കും എന്ത്? സെറ്റ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതുകൊണ്ട് ആദ്യം ഒരു 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 സീറോ എടുക്കുക. എന്തിന്റെ? എഫിന്റെ ഒരു സീറോ എന്നുവെച്ചാൽ എഫ് ഓഫ് പി സീറോ ആവുന്ന എഫ് ഓഫ് പി സീറോ ആവും. എഫിന്റെ ഒരു സീറോ എടുക്കുന്നതാണ് എഫ് ഓഫ് പി സീറോ ആവല്ലോ. എഫ് ഓഫ് പി സീറോ അങ്ങനെയാണെങ്കിൽ ആ ഒരു എഫിന്റെ ഫോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ പ്രൂഫ് വലിയൊരു പ്രൂഫാണ്. എന്നുവെച്ചാൽ ഈ ഒരു പ്രോസസ് പി സീറോ ഓഫ് എഫ് അങ്ങനെയാണെങ്കിൽ എഫിനെ നമുക്ക് സെറ്റ് മൈനസ് പി ഓൾറേഷൻ കഴിഞ്ഞിട്ട് ഫൈ ഓഫ് സെറ്റ് ഫോർ സം കെ ഫൈ ഓഫ് പി നോട്ട് ഈക്വൽ ചെയ്യാൻ കഴിയുന്നത് വലിയൊരു പ്രൂഫാണ്. അത് നിങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചിട്ടാൽ മതി. പി ഒരു സീറോ ഓഫ് എഫ് ആണെങ്കിൽ എഫിനെ എങ്ങനെ എഴുതാം? സെറ്റ് മൈനസ് പി ഓൾറേഷൻ കെ ഇൻറ്റു ഫൈ ഓഫ് സെറ്റ് എന്ന് എഴുതാം. ആ ഫൈ ഓഫ് സെറ്റ് ഒരിക്കലും എവിടെ വാനിഷ് ചെയ്യില്ല? പിയിൽ വാനിഷ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂറ്റി ഓഫ് ഫൈന്റെ കണ്ടിന്യൂറ്റി വെച്ചിട്ട് അവിടെ ഒരു നൈബർഹുഡ് എക്സിസ്റ്റ് ചെയ്യും. പിക്ക് ഒരു നൈബർഹുഡ് എക്സിസ്റ്റ് ചെയ്യും. ഇതിലെ ഒരു പോയിന്റ് പി അല്ലാതെ ഇതിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു ഫൈ ഓഫ് പി എന്താവില്ല? വാനിഷ് ചെയ്യില്ല. അതുപോലെ തന്നെ ആൻഡ് ഓൺലി സീറോ ഓഫ് സെറ്റ് മൈനസ് പി ഫൈ ഓഫ് പി വാനിഷ് ചെയ്യുന്നില്ല. പി കൊടുത്ത ഈ ഒരു ഇത് വാനിഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സെറ്റ് മൈനസ് പി ഓൾറേസ്റ്റ് കെന്റെ ഒരേ ഒരു സീറോ എന്ന് പറയുന്നത് പി മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് പി ഇസ് ദ അപ്പൊ എന്ത് പി ഇസ് ദ ഓൺലി സീറോ ഓഫ് എഫ് ഇൻ യു. യുവിലെ ഒരേ ഒരു സീറോ എഫിന്റെ യു എന്ന് പറഞ്ഞ നൈബർഹുഡ് എടുത്തല്ല നമ്മള്. എന്ന് വെച്ചാൽ യു എന്ന് പറഞ്ഞ നൈബർഹുഡ് എടുത്തു. അതില് ഫൈ ഓഫ് പി ഒരിക്കലും വാനിഷ് ചെയ്യില്ല.
ഈ എഫ് ബാക്കിയുള്ള സെറ്റ് മൈനസ് പി ഓൾറേസ് കെ അല്ലേ, അതിന് ഒരേ ഒരു സീറോ ഉള്ളൂ. ഏത് ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നെയ്ബർഹുഡ് എടുത്ത ആ ഒരു പോയിന്റ് നെയ്ബർഹുഡ് എടുത്ത് ആ ഒരു പോയിന്റ് മാത്രമേ എന്ത് വാനിഷ് ചെയ്യും, എഫ് ഓഫ് സെറ്റ് വാനിഷ് ചെയ്യും. അപ്പൊ പി ഇസ് ദ ഓൺലി സീറോ എഫ് ഇൻ യു. യുവിന്റെ ഒരേ ഒരു സീറോ ആണ് എഫ്. അപ്പൊ എന്ത് കിട്ടും, പി ഏതിന് വരും, സെറ്റ് ഓഫ് ഓൾ സീറോസിന്റെ കളക്ഷനിൽ വരും, എഫിന്റെ സീറോസിന്റെ കളക്ഷനിൽ വരും. എന്ത് പി ബിലോങ്സ് ടു സെറ്റ് എഫ്. പി ബിലോങ്സ് ടു സെറ്റ് എഫ് ഈസ് ഒറ്റക്കല്ലേ, ഈസ് ഓൺലി സീറോ. അപ്പം എന്താ, സെറ്റ് എഫ് ഇസ് ദ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ഓഫ് ഐസൊലേറ്റഡ് സീറോ ഓഫ് എഫ്. ഐസൊലേറ്റഡ് സീറോ ഓഫ് എഫ്. എഫിന്റെ ഐസൊലേറ്റഡ് ഒരേ ഒരു സീറോ അല്ലോ, പി ഇസ് ഓൺലി സീറോ ഓഫ് എഫ് ആണ്. അപ്പം പി എന്താണ്, ഒരു ഒറ്റക്കുള്ള സീറോ ആണ്. അതിന്റെ നെയ്ബർഹുഡിൽ വേറെ പോയിന്റ് വന്നാൽ മാത്രമല്ല ഐസൊലേറ്റഡ് അല്ലാണ്ട് ഇപ്പോ. അപ്പം പി ഇസ് ദ ഓൺലി സീറോ ഓഫ് എഫ്. അതുകൊണ്ട് പി ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഇസ് ദ ഐസൊലേറ്റഡ് സീറോ ഓഫ് എഫ്. അപ്പൊ ഒരു പോയിന്റ് എടുത്തു, അത് ഐസൊലേറ്റഡ് ആണ് തെളിയിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ്, സെറ്റ് ഓഫ് ഓൾ സീറോസ് ഓഫ് എഫ് എന്തായിരിക്കും, ഐസൊലേറ്റഡ് ആയിരിക്കും. സെറ്റ് ഓഫ് ഓൾ സീറോസ് ഓഫ് എഫ് ഐസൊലേറ്റഡ് ആയിരിക്കും. നിങ്ങൾ എഴുതിയേക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ എന്നാലേ കഴിഞ്ഞ പോലെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ക്ലിയർ എടുത്തത്. നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ സിലബസ് കറക്റ്റ് ആക്കി പോലെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടേം ഒക്കെ എങ്ങനെയാ വന്നാൽ തന്നെ അത് പറയാൻ തന്നെ ഏകദേശം ഒരു ക്ലാസ് വേണം. അതായത് പി ഇസ് സീറോ എഫ് എഫ് ഓഫ് സെറ്റ് ഇക്വൽ ടു സെറ്റ് മൈനസ് പി ഓൾറേസ് കെ ഫൈവ് ഓഫ് സെറ്റ് ഉണ്ടല്ലോ, അത് ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ഡെഫിനിഷൻ പറഞ്ഞു, ആ ഒരു ഡെഫിനിഷന്റെ പ്രൂഫ് പറഞ്ഞു. ആ ഒരു പ്രൂഫിന് അത് ഡിറൈവ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മളിവിടെ എഴുതുന്നത്. പക്ഷെ അതൊന്നും ഇവിടെ ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് പി ഇസ് സീറോ ഓഫ് എഫ് എഴുതിയിട്ട് എഫ് ഓഫ് സെറ്റ് ഇക്വൽ ടു സെറ്റ് മൈനസ് പി ഓൾറേസ് കെ ഫൈവ് ഓഫ് സെറ്റ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി സിംഗുലാർ പോയിന്റ്സിന്റെ ക്വസ്റ്റ്യനിലേക്ക് ആക്കാം. സിംഗുലാർ പോയിന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, ബാക്കി നാളെ ക്ലാസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 2010 ക്വസ്റ്റ്യൻ, ദ സീറോസ് ഓഫ് കോസ് സെറ്റ് ഈസ് ഐസൊലേറ്റഡ്. ഞാൻ പറഞ്ഞു കോസ് സെറ്റിന്റെ സീറോസ് നേരത്തെ ചോദിച്ച ഷോർട്ട് കോഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ദ സീറോസ് ഓഫ് കോസ് സെറ്റ് ഈസ് ഐസൊലേറ്റഡ്. അപ്പൊ കോസ് സെറ്റ് സീറോ എന്ന പോയിന്റ്സ് കണ്ടുപിടിക്കാം. കോസ് സെറ്റ് ഈസ് ഈക്വൽ ടു സീറോ, സെറ്റ് ഈസ് ഈക്വൽ ടു ഏതിലൊക്കെ കോസ് സെറ്റ് സീറോ എന്ന പോയിന്റ്സ് 2n + 1 × π/2 ആണ് എന്ത് കോസ് സെറ്റ് സീറോ. ഏതൊക്കെ പോയിന്റ്സ് ആണ്, കോസ് π/2 സീറോ ആണ്, കോസ് 3π/2 സീറോ ആണ്, കോസ് 5π/2 സീറോ ആണ്. അതുകൊണ്ട് ഓരോ മൾട്ടിപ്പിൾസ് ഓഫ് π/2 ആണ് എന്ത് സീറോ ആവുക, കോസ് സെറ്റ് സീറോ ആവുക. അപ്പൊ സെറ്റ് ഈസ് ഈക്വൽ ടു 2 + 1 × π/2. സോറി, കോസ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യനിൽ. The zeros of cos 1/z is isolated എന്നാണ് ക്വസ്റ്റ്യൻ. 1/z is isolated. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് കോസ് 1/z സീറോ ആണ് പോയിന്റ്. കോസ് 1/z സീറോ ആണ് പോയിന്റ്. അപ്പൊ 1/z ഈക്വൽ ടു കോസ് 1/z സീറോ ആണ് പോയിന്റ്. നമ്മൾ സെറ്റ് കോസ് സെറ്റ് സീറോ ആണ് പോയിന്റ് ഏതൊക്കെയാണ്, 2n + 1 × π/2. അപ്പൊ കോസ് 1/z സീറോ ആണ് പോയിന്റ് ഏതൊക്കെയാണ്, ഇതിന്റെ റെസിപ്രോക്കൽ സോറി 1/z പോയിന്റ്സ് 2n + 1 × π/2. അതുകൊണ്ട് തന്നെ സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാം, സെറ്റ് ഈസ് ഈക്വൽ ടു 1/2n + 1 × π/2 എന്ന് എഴുതാം. 1/2n + 1 × π/2. ഇത്രയും കണ്ടുപിടിക്കാം, സീറോസ് ഓഫ് കോസ് 1/z. ഓക്കെ, അപ്പൊ നമ്മൾ തിയറം വെച്ചിട്ട് നമ്മൾ ഇവിടെ എന്താ, സീറോ സെറ്റ് ഓഫ് സെറ്റ് ഓഫ് നമ്മൾ മുന്നേ തിയറം നേരെ മുന്നേ പഠിച്ച തിയറം, സീറോസ് ഓഫ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ, സീറോസ് ഓഫ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ എഫ്
function f is isolated. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ പ്രൂഫ് ആയി. സീറോസ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ, ഇതിന്റെ സീറോസ് ആണ് ഇതൊക്കെ. സീറോസ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ എഫ് ഈസ് ഐസൊലേറ്റഡ്. ഓക്കെ, ഒന്നുമില്ല, ഞങ്ങൾ സീറോ കണ്ടുപിടിക്കാം. അത് അതിന് വേണ്ടിയിട്ട് കോസ് 1/z 0 നാച്ചുറൽ കോസ് ആണ്. എന്ന് വെച്ചാല് നമ്മുടെ സാധാരണ നിങ്ങൾ എന്തില് സാധാ +2 ലെവലിൽ നമ്മൾ ചെയ്യുന്നത് കോസ് എപ്പാ സീറോ ആവുക, അത് 2n+1/8. അപ്പൊ 1/z കോസ് 1/z is equal to 0, 1/z is equal to 2n+1/2. അത് z is equal to അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 1/2n+1/2 എന്ന് കിട്ടും. അപ്പം സെറ്റ് ഓഫ് തിയറമാണ് സെറ്റ് ഓഫ് ആന്റി ഫംഗ്ഷൻ ഈസ് ഐസൊലേറ്റഡ്. അതുകൊണ്ട് തന്നെ ആ ഒരു സെറ്റ് ഓഫ് ഓൾ സീറോസ് ഓഫ് ആന്റി ഫംഗ്ഷൻ എന്തായിരിക്കും? ഐസൊലേറ്റഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനിയുള്ളത് വലിയ 2 ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ നിങ്ങൾക്ക് എന്താ പറയാ, അടുത്തൊരു സെക്ഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസിഡിയും കൂടി കഴിയും. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസേ ഉള്ളൂ, അതും അടുത്ത സെക്ഷനിൽ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. സീറോ ഇട്ട് കൊടുത്താൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ശരിക്കും 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് 1/0 ഹലോ പറഞ്ഞോളൂ ഗ്രീഷ്മ, കേട്ടില്ല. അല്ല, ഒന്നുമില്ല സാർ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതില്. കാരണം ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ തിയറം പ്രകാരം മാറ്റി എഴുതിയല്ലോ. ആകെ കണ്ടുപിടിക്കേണ്ടത് കോസെറ്റ് 0 കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു ടേം 0 എന്ന് എഴുതിയാൽ മതി. ഇനി അഥവാ സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ അത് 1/, ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഒരു 1/, നേരിടുന്ന ബൈ എന്നുള്ള ഫംഗ്ഷൻ = 0 എന്ന് ഇട്ടാൽ മതി. 2 വ്യത്യാസമുണ്ട്, അധികം നോക്കി ചെയ്യണം. ആ ഒരു ഡെഫിനിഷൻ എഴുതിയത് ഒന്നുകൂടി വായിച്ചു നോക്കുക. എന്നിട്ട് മാത്രം നമ്മൾ ഇന്ന് റെസിഡ്യൂവിന്റെ ഡെഫിനിഷൻസ് എഴുതിയില്ലേ, ആ ഡെഫിനിഷൻസ് ഒന്ന് വായിക്കുക, പഠിക്കുക. അതിനുശേഷം മാത്രം അടുത്ത ക്ലാസ്സിൽ കയറുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഫുൾ ഡൗട്ട് ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു ഡെഫിനിഷൻ വായിക്കുക, മനസ്സിലാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ കയറുക. ഓക്കെ, ഓക്കെ, താങ്ക് യു സാർ. Okay, sir. Thank you, sir. Thank you, sir.